നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, പണ്ടൊക്കെ ആയിരുന്നു ദൈവം പിന്നെ പിന്നെ, പക്ഷെ ഇന്ന് ദൈവം അപ്പളക്കപ്പളെ എന്ന് പറയും. അപ്പോഴപ്പോൾ കൊടുക്കുന്നുണ്ട് ദൈവം എന്നുള്ളതാണ്. അതായത് അധർമ്മം എവിടെ വിളയാടുന്നോ അവിടെ പണ്ടൊക്കെ പതിയായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ യുഗമായി മാറിയ ഈ കലികാലത്ത് കൃത്യമായിട്ട് അപ്പപ്പോ തന്നെ കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടൻ. ഈ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കഞ്ചാവടിയനാണ് മയക്കുമരുന്ന് കേസുകളിലൊക്കെ പിടിക്കപ്പെട്ട് ജയിലിലായിട്ടുണ്ട്. മാത്രമല്ല, മീറ്റു ആരോപണങ്ങളിൽ, അതായത് ഒരുപാട് ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ച ആരോപണ വിധേയനാണ്. എന്നാൽ ഇന്ന് ബലാത്സംഗ കേസിലെ പ്രതിയാണ്. അയാൾ പിടികിട്ടാപ്പുള്ളിയായിട്ട് ഒളിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും സഖാക്കന്മാരുടെ മടയിൽ തിരഞ്ഞാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് കേരളം എത്രത്തോളം അധപ്പതിച്ചു എന്ന് ഇതിന്റെ അപ്പുറം ഒന്നും പറയേണ്ടതില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് സാറാ ജോസഫോ ഏതോ ഒരു എഴുത്തുകാരിയോ എന്തോ ഒരു കൊണാണ്ടർ സ്ത്രീ അവർ പറഞ്ഞ വാചകം കൂടി നമ്മൾ ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം ഇതിനു മുൻപൊക്കെ സ്ത്രീ നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന ഈ സാറാ ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, വേടൻ ഇരയോട് മാപ്പപേക്ഷിച്ച് ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം, എന്നിട്ട് സ്ട്രോങ്ങോടെ, കരുത്തോടെ, ഉറച്ച പാദത്തോടെ മുന്നോട്ട് പോകണം എന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്കും. ഒരു ബലാത്സംഗം മാത്രമല്ല, ഇയാൾക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ അതികാഠിന്യമായിട്ടുള്ള ആരോപണങ്ങളാണ് മാന്യപ്രേക്ഷകരെ ഇപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത്. അതിൽ ഓരോന്ന് എടുത്തെടുത്ത് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം അതിലെ അതിജീവിതയായിട്ടുള്ള ഇരയാക്കപ്പെട്ട പെൺകുട്ടിയും ദളിത് തന്നെയാണ്. ഇവൻ ഈ ദളിത് സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പറയുന്ന ജിഹാദികളുടെയും കമ്മ്യൂണിസ്റ്റ് നരഭോജികളുടെയും കോൺഗ്രസ്സുകാരുടെയൊക്കെ കണ്ണിലുണ്ണിയായി മാറിയത്. അതും ഹിന്ദുക്കൾക്കെതിരെ, ഹൈന്ദവ സംസ്കാരത്തിനെതിരെ, അതല്ലെങ്കിൽ ഇവിടെ പണ്ടെന്നോ ഏതോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉച്ചനീചത്വം, ഈ മതങ്ങൾ, ജാതി തിരിച്ചുള്ള ഉച്ചനീചത്വം, അതൊക്കെ എന്നോ എടുത്തു കളയപ്പെട്ടു എന്ന് അഭിമാനത്തോടെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഈ വേടൻ വീണ്ടും വർഗീയ കുത്തിത്തിരിപ്പുമായി വന്ന സമയത്ത് ജിഹാദികളുടെ അമേദ്യം തിന്നുകൊണ്ട് കൃത്യമായിട്ടും അവനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന, എന്തിനേറെ ഓരോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും വോട്ട് നേടി വിജയിച്ച് ഭരണം കൈയാളുന്ന പിണറായി വിജയന്റെ വേദിയിൽ വരെ അവനെ ആദരിച്ചുകൊണ്ട്, ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള അടയ്ക്കുന്ന നികുതി കാശ് ഇവന് കൊടുത്തുകൊണ്ട് ലക്ഷങ്ങൾ ഖജനാവ് കാലിയാക്കിക്കൊണ്ട് ചെയ്യുക ഒരു ബലാത്സംഗ വീരനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ നാട് എവിടെ എത്തി നിൽക്കുന്നെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ കുഞ്ഞു കുഞ്ഞു പെൺകുട്ടികൾ, അതായത് LP സ്കൂൾ തലം മുതൽ അല്ലെങ്കിൽ LKG തലം മുതലുള്ള കുട്ടികൾ വരെ ഈ വേടന്റെ പാട്ട് കേട്ട് ഇൻസ്പയർ ആയി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത്ര കണ്ട് പ്രചോദിതരായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളൊക്കെ വേടന് വേണ്ടി മുറവിളി കൂട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ പെണ്ണ് എന്നാൽ വെറും ഭോഗം തീർക്കാനുള്ള ഇസ്ലാമിക ജിഹാദികളുടെ, അതല്ലെങ്കിൽ 1400 വർഷം ആ കാലഘട്ടത്തിലുള്ള കാട്ടറബി സിസ്റ്റത്തിൽ പോലെ പെണ്ണിനെ ഉപയോഗിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സൈക്കോ, വൈകൃതങ്ങൾക്ക് അടിമയാണ് ഈ വേടൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ കിരൺദാസ് മുരളി എന്ന് അറിഞ്ഞിട്ടും അവന് വേണ്ടി ന്യായീകരിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് ഇവനെ ഒരു ദിവസമെങ്കിലും അവനവന്റെ വീട്ടിലൊക്കെ ഒന്ന് താമസിപ്പിക്കാം. പെൺമക്കളും അമ്മമാരും സഹോദരിമാരും ഒക്കെയുള്ള വീടുകളിലാണെങ്കിൽ ഇവനെ കൂടുതൽ താമസിപ്പിച്ചാൽ വൈകാതെ റിസൾട്ടും തരും. മാത്രമല്ല, കാമവൈകൃതങ്ങളുടെ സുഖം അവരൊക്കെ ഒന്ന് അറിയുകയും ചെയ്യും. അത്ര കണ്ടാണ് ഇവനെ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക്, ഇതിൽ കൂടുതലും ഒന്നും പറയാനില്ല. എന്തായാലും ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, മൃഗീയമായി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, ഈ വെളിപ്പെടുത്തൽ കേട്ട് കഴിഞ്ഞാൽ അപ്പോ ന്യായീകരണ കമ്മികൾ, ക്യാപ്സൂളുമായി ജിഹാദികളൊക്കെ വരിക മറ്റൊരു രീതിയിലായിരിക്കും. 2020 മുതൽ ഇത്രയും നാൾ പീഡിപ്പിച്ചിട്ട് ഇപ്പോഴാണ് പുറത്തു പറയുന്നത് എന്ന്. എടോ, നിന്റെയൊക്കെ സഹോദരിക്ക്, നിന്റെയൊക്കെ അമ്മയ്ക്ക്, നിന്റെയൊക്കെ മകൾക്കായിരുന്നു ഇത് നേരിട്ടിരുന്നതെങ്കിൽ നീ ഇത് പറയൂടോ? ഒരു പീഡിപ്പിക്കപ്പെട്ട, ബലാത്സംഗം ചെയ്യപ്പെട്ട, അതും വിവാഹ വാഗ്ദാനം നൽകി ഒരു യുവ ഡോക്ടറെ തന്നെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത ആ ഡോക്ടറുടെ പ്രതീക്ഷകളും ആ ഡോക്ടറുടെ എല്ലാം അസ്തമിച്ച് എല്ലാം നശിക്കപ്പെട്ടു. അതല്ലെങ്കിൽ തനിക്കിനി ഒരിക്കലും ഈ വേടൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ കിരൺദാസ് മുരളിയിൽ നിന്നൊരു ജീവിതമോ ഒന്നും കിട്ടാനില്ല എന്ന ആ ഒരു പൂർണ്ണത വരുമ്പോൾ മാത്രമാണ് ആരായാലും ഇത് പുറത്തു പറയുക. സഹനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് ആ പെൺകുട്ടി പറയുന്ന വാക്കുകൾ അതിക്രൂരം തന്നെയാണ്. പൂർണ്ണമായിട്ട് തെളിവ് സഹിതമാണ് ഈ പെൺകുട്ടി, ഈ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തെളിവ് സഹിതം സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ അടിയിലുള്ള ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയൻ ആ പോലീസിന് കേസെടുക്കാതെ ഒരു തലവും ഉണ്ടായിരുന്നില്ല. തൃക്കാക്കര പോലീസ് കേസെടുത്തു, ഇവൻ ഒളിവിൽ പോയിരിക്കണം, മുൻകൂർ ജാമ്യാപേക്ഷ അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ഒട്ടേറെ ബലാത്സംഗ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ ഇവന് മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി ഇവൻ ബലാത്സംഗ കേസിൽ ജയിലിൽ പോയി കഴിഞ്ഞാലും അവനെ സ്വീകരിക്കാനും അവന് അവാർഡ് നൽകി പിണറായി വിജയൻ അടക്കമുള്ള, മുഖ്യമന്ത്രി അടക്കമുള്ള പങ്കെടുക്കുന്ന വേദിയിൽ പ്രൊമോട്ട് ചെയ്തും കൊണ്ടുവരാൻ ആളുണ്ടാവും എന്നിരിക്കാം. ഇസ്ലാമിക ജിഹാദികളുടെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിക്കുന്ന
ബംഗ്ലാദേശ് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ലോക രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഭീകരത വിതറുന്ന ആ സംഘടനയുടെ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ആ സംഘടന പിന്തുണ കൊടുക്കുന്ന സംഘടനയുണ്ട്. യൂത്ത് മൂവ്മെന്റ് ആണ്, യുവ സംഘടനയാണ്. ആ സംഘടനയുടെ പ്രവർത്തകനായിരുന്നു ഇവൻ, ഇപ്പോഴും ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം കൂടെ കിടക്കുന്നവനാണല്ലോ രാപ്പനി അറിയുക എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതുപോലെ കൂടെ കിടക്കപ്പെട്ട, കിടക്കേണ്ടി വന്ന, കിടക്കാൻ വിധിക്കപ്പെട്ട ഈ യുവ ഡോക്ടർ പച്ചയ്ക്ക് പറയുന്നുണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ സംഘടനയിലെ പ്രവർത്തകനാണ് ഇവൻ. അവനെ എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ് ടൂൾ കിറ്റ് വിവാദമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇസ്ലാമിക ജിഹാദികൾക്ക് നേരിട്ട് പൊരുതി ഇവിടെ ഒന്നും ചെയ്യാൻ RSS മുൻപിൽ ആവില്ല എന്ന് കണ്ടപ്പോൾ ഇവർ ഹിന്ദു ക്രിസ്ത്യൻ നാമത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട്, അത് സാംസ്കാരികമാവാം, കലയാവാം, അതല്ലെങ്കിൽ മറ്റേ സ്പോർട്സ് ആവാം, മറ്റൊട്ടേറെ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളെ കോടിക്കണക്കിന് രൂപ എറിഞ്ഞ് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന രാജ്യദ്രോഹപരമായുള്ള പരാമർശങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ടൂൾ കിറ്റ് തന്നെയാണ് ഇവനെതിരെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. ഹമാസ് കൊടും ഭീകരന്മാർക്കെതിരെ ഇവൻ ഈ ഹമാസിന്റെ അതല്ലെങ്കിൽ ഈ പലസ്തീന്റെ കൊടിയൊക്കെ വീശിക്കൊണ്ട് ഇസ്രായേലിനെതിരെ വരികൾ പാടിയപ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടതാണ്. ബോധ്യപ്പെടാത്തവർ 3 കൂട്ടരാണ്. ആ 3 കൂട്ടരിൽ പ്രധാനികളാണ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള കൊടും മുസ്ലിം ഭീകര സംഘടനകൾ. പിന്നെയോ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് നരഭൂജികൾ. പിന്നെയോ രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച ഈ പറയുന്ന അടിമക്കൊങ്ങികൾ. അവർക്ക് ആകെ ലക്ഷ്യം RSSനെതിരെയും ഹിന്ദുത്വത്തിനെതിരെയും BJPക്കെതിരെയും സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമാണ്. ആ വ്യക്തി കഞ്ചാവടിയനാണോ, MDMA-കാരനാണോ, ബലാത്സംഗ വീരനാണോ, പീഡന വീരനാണോ, ഒന്നും അവർക്ക് പ്രശ്നമില്ല. അവനെ അവർ തോളേറ്റി വെളുപ്പിച്ച് നടക്കും. അവർക്ക് വേണ്ടത് ഈ ഹിന്ദു വിരുദ്ധത, ഭാരതത്തിനെതിരെ സംസാരിക്കുന്ന, ഭാരത സംസ്കാരത്തിനെതിരെ സംസാരിക്കുന്ന ഒരു ടൂൾ കിറ്റ് മാത്രമാകുമ്പോൾ ഈ ടൂൾ കിറ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും കൂടെ കിടന്ന രാപ്പനി നേരിട്ടറിഞ്ഞ ആ യുവതിയുടെ, ആ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ മാന്യപ്രേക്ഷകർ പൂർണ്ണമായിട്ടും കേൾക്കുക. കാരണം ഒരു അക്ഷരം പോലും പുറത്ത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൃത്യമായ തെളിവ് സഹിതമാണ് ഈ യുവതി ഓരോന്നും അടിവരയിട്ട് പറയുന്നത്. കേട്ട് നോക്കാം നമ്മൾക്ക് അതെല്ലാം. ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് പോലും എന്റെ മുഖം മറച്ച് ഞാൻ പേടിച്ച് എന്റെ ഒരു മുഖം പോലും അല്ലെങ്കിൽ ബോഡി പാർട്ട് പോലും ആരും കാണരുതെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കണ്ടേ. ഇത് നേരെ മറിച്ച് വേടനായിരുന്നു പേടിക്കേണ്ടിയിരുന്നത്. കാരണം എന്റെ ഭാഗത്തൊരു തെറ്റ് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് അപ്രോച്ചോ അല്ലെങ്കിൽ സെക്ഷൽ അപ്രോച്ചോ അങ്ങനത്തെ ഒരു രീതിക്ക് പോലും ചർച്ചയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഞങ്ങൾ എൻകറേജ് ചെയ്തിട്ടുമില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇയാൾ പറഞ്ഞു നമുക്ക് റൂമിലോട്ടിരിക്കാം, ആളുടെ പാട്ട് കേൾപ്പിക്കാം, വേടൻ പറഞ്ഞു. വേടൻ ഞാൻ മാത്രമായിരുന്നു റൂമിൽ പോകുന്നുണ്ടായത്. ഞാൻ പിന്നെ വേറൊരു ഉദ്ദേശം അതിൽ ഞാൻ കണ്ടുമില്ല. ആള് യൂസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐ എം സ്കെയർഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ആള് തമാശ പോലെ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. പക്ഷെ ഓൾ ഓഫ് ദാറ്റ് ആള് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ സ്പോർട്ട് ചെയ്ത് തരട്ടെന്നോ. എനിക്ക് മനസ്സിലായി എന്തോ സെക്ഷൽ അപ്രോച്ച് രീതിക്കാണ് ആളും സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കംഫർട്ടബിൾ അല്ല, ഞാൻ അവിടെ നിന്ന് എണീറ്റു. പൊതുവെ ഒരാളും ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് ചെയ്യുന്നത് ഇത്. പക്ഷെ എന്റെ മനസ്സിൽ മാത്രമായിരുന്നു ആ പ്രശ്നം ഉണ്ടായത്. കാരണം വേടൻ അത് കഴിഞ്ഞ് വളരെ ജോലിയായി സംസാരിക്കുന്നുണ്ട്, എല്ലാവരും കമ്പനി അടിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന എന്നോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ത്രീകളെടുത്ത് മേബി പെരുമാറിയത് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെയാണ് ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്തതും അബ്യൂസ് ചെയ്തതും റേപ്പ് ചെയ്തതും. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഗേൾസിന് വേണ്ടി സംസാരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവർ എന്നെ കല്യാണം കഴിക്കും എന്നാണ്. പ്ലീസ് ആക്ച്വലി ഹണ്ടിങ് ചെയ്യുന്നത്. ലളിത സംഗീതത്തെ കുറിച്ച് റിസർച്ച് ചെയ്യാവുന്ന അങ്ങേയറ്റം അക്കാഡമിക് ഉദ്ദേശത്തിൽ വളരെ കോമ്പാക്ട്. ഈ കുട്ടി ഒരു ദളിത് വിഭാഗത്തിലുള്ള കുട്ടിയാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായിട്ടും ഇവരുടെ വിഭാഗത്തിന് വേണ്ടി പാടുന്ന എന്ന രീതിയിൽ സമൂഹത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഈ വേടനിൽ ആകൃഷ്ടയാവുന്നു. അങ്ങനെ ഇവർ സോഷ്യൽ മീഡിയ വഴി വേടനുമായി സംസാരിക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു, മെസ്സേജ് കൈമാറ്റം പിന്നീട് മൊബൈൽ നമ്പർ കൈമാറുന്നതിലേക്ക് എത്തുന്നു. അങ്ങനെ നേരിട്ട് കാണണമെന്ന് ഈ വേടൻ ഈ പറയുന്ന കിരൺദാസ് മുരളി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ പെൺകുട്ടി പഠിക്കുന്ന കോളേജിനടുത്തുള്ള അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഇവൻ ചെല്ലുന്നു. ആ കഥയാണ് ഈ കുട്ടി തെളിവ് സഹിതം, ഡേറ്റ് സഹിതം, പൂർണ്ണമായിട്ടുള്ള എല്ലാ എവിഡൻസ് സഹിതമാണ് കേസും വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേടൻ എന്ന് പറയുന്ന ബലാത്സംഗ വീരൻ, പീഡന വീരൻ, മയക്കുമരുന്ന് വീരൻ, സഖാവിന് ഇനി ഇതിൽ നിന്ന് പിണറായി വിജയന്റെ ആര് വിചാരിച്ചാലും ഊരാൻ പറ്റില്ല. കാരണം ഇവിടെ ഭാരതത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള ജുഡീഷ്യറി എന്നുള്ളതിൽ തന്നെയാണ് ഓരോ
ഭാരതീയന്റെയും വിശ്വാസം. അതുപോലും മലക്കം മറിക്കുന്ന രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾ ജുഡീഷ്യറിയെ പോലും വിലക്കെടുക്കുന്ന രീതിയിൽ ഈ ആനുകാലിക സംഭവ വികാസങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടു കന്യാസ്ത്രീ വിഷയത്തിലൊക്കെ. എന്നിരുന്നാലും ഇന്നും പ്രതീക്ഷ നശിക്കാത്ത ഒരു വലിയ ഒരു സമൂഹം ഇവിടെയുണ്ട് ജുഡീഷ്യറിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി ജുഡീഷ്യറിയെ സമീപിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടിക്കെതിരെ ഇനി ഇവിടെ എന്തൊക്കെ സഖാക്കന്മാർ പടച്ചിറക്കുമെന്ന് നമ്മൾക്കറിയാം, ജിഹാദികൾ പടച്ചിറക്കുമെന്ന് നമ്മൾക്കറിയാം, കോൺഗ്രസ്സുകാർ പടച്ചിറക്കുമെന്ന് നമ്മൾക്കറിയാം. കാരണം 51 വെട്ടുവെട്ടി കൊന്ന ഈ പറയുന്ന ചന്ദ്രശേഖരൻ, ആ ചന്ദ്രശേഖരന്റെ ഭാര്യയുള്ള രമയെ കുറിച്ച് വരെ പരദൂഷണം പറഞ്ഞ് പരത്തിയ ഈ സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ. ജിഹാദികൾ വടക്കാക്കി തനിക്കാക്കുക എന്ന സിസ്റ്റം എത്രയോ കാലമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അനുഭവിക്കുന്ന ഇരകൾ തന്നെയാണ് ഈ കേരളത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി പരിചയപ്പെടാനുണ്ടായ കാരണം അവരുടെ റിസർച്ച്, അത് അവരുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് റിസർച്ച് ഈ പറയുന്ന ദളിത് വിഭാഗം, അവർ ദളിത് വിഭാഗമാണ്. അപ്പൊ ഈ വേടനെ കുറിച്ചുള്ള റിസർച്ചിന്റെ ആ വിഭാഗത്തിലേക്ക് അവർ മാറുന്നു. കാരണം ഇവർ ഈ ദളിത് ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ദളിതിനെ കുറിച്ച് പാടുന്ന വേടനെ കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ബന്ധപ്പെട്ടത്. പക്ഷെ ഇവന് ഇസ്ലാമിക ജിഹാദികളുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ സ്ത്രീകൾ വെറും കൃഷി ഇറക്കാനുള്ള കൃഷിയിടം മാത്രമായി കാണുന്ന ഒരു വൈകൃതമുള്ള ഒരുത്തനാണ്. 1400 വർഷം മുൻപുള്ള കാട്ടറബി ആ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഈ പെൺകുട്ടി പറഞ്ഞു വരുന്നത് എന്ന് മാന്യ പ്രേക്ഷകർ അറിയാൻ വേണ്ടി. ബാക്കി അതുപോലെയാണ് വേടൻ എന്ന ഗ്രന്ഥസ്ഫുടനീയം അത് പക്ഷേ ജീവിതത്തിൽ വല്ലാത്ത അനുഭവമായി മാറി. ഒടുവിൽ ആ വിഷയം തന്നെ ഉപേക്ഷിക്കാൻ അല്ലേ? ആ അനുഭവത്തിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം ചോദിക്കുന്നത് 4 വർഷത്തിന് മുമ്പുണ്ടായ അനുഭവങ്ങളാണ്. എന്തുകൊണ്ട് ഇത്ര വൈകി? ഇപ്പൊ പറയും. ഒന്ന് മീറ്റ് വിട്ട് നമ്മൾ കുറച്ച് സർവൈവേഴ്സ് സംസാരിച്ചായിരുന്നു, ഇതിനെ പറ്റി അനുഭവങ്ങൾ ഷെയർ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ പ്രിവിലേജ് കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു സ്റ്റഡീസിന്റെ ഭാഗമായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാല് റീസെന്റ് ഞാൻ സർവൈവേഴ്സിന്റെ അടുത്ത് സംസാരിച്ചു, ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടെന്ന് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്ന് ഹിരൺദാസ് മുരളി വേടൻ ഇതുകൊണ്ട് മീറ്റ് വന്നതിന് ശേഷം അവസാനിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, പുതിയ സർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഈവൻ കേസിലാണെങ്കിൽ പോലും സൊസൈറ്റിയിൽ നിന്ന് വന്ന റിയാക്ഷൻസും അങ്ങനെയായിരുന്നു. അതായത് മാപ്പ് പറഞ്ഞ് അവസാനിച്ചു എന്ന് കരുതി. അതിന് ശേഷം വേടനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും നിൽക്കുന്നത്. ഈ ഒരു ഇന്റർവ്യൂവിൽ വേടൻ പറയുന്നുണ്ടായിരുന്നു, അത് വേടൻ എന്നുള്ളത് വേടന്റെ പേര് വേട്ടയാടുന്നവ മാത്രമല്ല വേട്ടയാടപ്പെടുന്നുണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഹീസ് ആക്ച്വലി ഹണ്ടിങ് വിമൻ, സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഈ ഒരു ഫെയിമിന്റെ പുറകിൽ, ഐഡന്റിറ്റിന്റെ പുറകിൽ ആള് സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലാസ്റ്റ് റീസെന്റ് സർവൈവറിനോട് സംസാരിച്ചുകൊണ്ടാണ്. നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനിയും സർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നല്ലാണ്ട് വേടനായിട്ടൊന്നും നിർത്താൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മുന്നോട്ട് വരാൻ സംസാരിക്കാൻ തീരുമാനിച്ചത്. എങ്ങനെയാണ് തുടങ്ങിയത്? നേരത്തെ പറഞ്ഞ അക്കാഡമിക് പർപ്പസിലാണ്. എങ്ങനെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു? ഇൻസ്റ്റാഗ്രാം വഴി ആയിരുന്നു ഞാൻ മെസ്സേജ് അയച്ചത്. ഈ വോയിസ് ഓഫ് ആളുടെ ഫസ്റ്റ് പാട്ട് ഇറങ്ങിയ സമയത്താണ് ഞാൻ എൻട്രൻസ് എഴുതി നിൽക്കുന്ന സമയം, പ്രപ്പോസൽസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്ത് വേടനെ മാത്രമല്ല ഇതേപോലെ മറ്റു ദളിത് റാപ്പേഴ്സിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു. പിന്നെ മലയാളി എന്നൊരു അഡ്വാൻറ്റേജ് കൂടെ ഉള്ളത് കൊണ്ടും പിന്നെ തുറന്ന് സംസാരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ഈ വേടനെ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ആ മെസ്സേജ് അയക്കുന്ന തുടക്കത്തിൽ പോലും ഞാൻ ഫോമൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ആളുടെ പേര് വിളിച്ച് അഡ്രസ് ചെയ്താണ് മെസ്സേജ് അയച്ചതും. ആളുടെ അടുത്ത് പറയുന്നുണ്ടായി, ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ക്ഷമിക്കണം, കാരണം ആളുടെ അടുത്തുള്ള ഒരു റെസ്പെക്റ്റും ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്ത് ശ്രമിച്ചത്. അപ്പോ മെസ്സേജ് അയച്ചപ്പോ ആള് അതെ, ഏതൊരു വ്യക്തിന്റെ അടുത്താണെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ആളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആൾക്കൊരു എന്റെ ഭാഗത്തു നിന്നൊന്നും വരരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ഫോർമലി ആയിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആളുടെ അപ്രോച്ച് വാസ് ലൈക്ക് ഹി വാസ് വെരി ഫ്രണ്ട്ലി. ഈവൻ എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നുമില്ല. ആള് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് നമ്പർ തന്നിട്ട് ഇതിൽ കോണ്ടാക്ട് ചെയ്യുക, അതായിരിക്കും ഈസി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ആളങ്ങനെ നമ്മൾ ഫോർമലി സംസാരിക്കുകയാണെങ്കിലും ആളങ്ങനെ ഫോർമലി ഒന്നുമല്ല സംസാരിച്ചത്, വളരെ കമ്പനി ആയിട്ടായിരുന്നു. ആസ് ഇഫ് വി നോ ദം, ലൈക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായത്, വിച്ച് ആക്ച്വലി മെയ്ഡ് ഈസി ടു ടോക്ക് ടു ഹിം. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു ദിസ് വുഡ് കം ടു ആൻ എൻഡ് ലൈക്ക് ദിസ് എന്നുള്ളത്. പിന്നെ എവിടേക്കാണ് പോയത്? ബന്ധം എവിടെ ചെന്നത്? ഇപ്പോൾ
അടുത്ത ഒരു തിക്താനുഭവമായിട്ട് ജീവിതത്തിൽ വലിയ തിക്താനുഭവമായിട്ട് ഓർമ്മ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇന്നിപ്പോ ഇവിടെ വന്നിരുന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെങ്കിൽ പോലും ഇന്നും അതേ സംസാരിക്കുമ്പം പേടിയും വിറയും ആൻസൈറ്റിയും ഒക്കെ കൊണ്ട് ഞാനിപ്പം സംസാരിക്കണമെങ്കിൽ അതിന് അത്രമാത്രം എഫക്റ്റ് ഉണ്ടായി എന്നാണല്ലോ ഞാൻ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് പോലും എന്റെ മുഖം മറച്ച് ഞാൻ പേടിച്ച് എന്റെ ഒരു മുഖം പോലും അല്ലെങ്കിൽ ബോഡി പാർട്ട് പോലും ആരും കാണരുതെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കണ്ടേ. ഇത് നേരെ മറിച്ച് എന്റെ ഒരു അഭിപ്രായത്തില് വേടനായിരുന്നു പേടിക്കേണ്ടിയിരുന്നത്. കാരണം എന്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നില്ല. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് അപ്രോച്ചോ അല്ലെങ്കിൽ സെക്ഷൽ അപ്രോച്ചോ അങ്ങനത്തെ ഒരു രീതിക്ക് പോലും, ഈവൻ ത്രൂ ടെക്സ്റ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോയിട്ടുമില്ല. ഞാനത് എൻകറേജ് ചെയ്തിട്ടും ഇല്ലായിരുന്നു. ഉണ്ടായ സംഭവം എന്തായിരുന്നു? പുറത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ ചോദിക്കുന്നത്. അറിയണം, ആളുകൾ അറിയണം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനിയും ഇതുപോലെ സർവൈവേഴ്സ് ഉണ്ടാകരുതല്ലോ. റിസർച്ചിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് സമയത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവം നടന്നത് December 20, 2020 നടന്ന സംഭവം എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെ നമ്മള് ആള് അതിനുശേഷം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പർപ്പസ് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്ത് അയാൾ തിരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ കൂടുതലും മെസ്സേജുകളെക്കാട്ടിലും ആള് വിളിക്കുകയാണ് ചെയ്യുക. വിളിച്ചാലും നമ്മുടെ ഗെറ്റിംഗ് ക്ലോസ് ടു എന്നുള്ളൊരു ഘടകമുണ്ടല്ലോ, അതാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പൊളിറ്റിക്സും ഐഡിയോളജീസും എല്ലാം ഡിസ്കസ് ചെയ്യും. വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ അങ്ങോട്ടേക്ക് എന്റെ കാര്യം സംസാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ആളുടെ കാര്യം കേൾക്കുക, അല്ലെങ്കിൽ ആളുടെ ഫ്രണ്ട്സിനെ പറ്റി കേൾക്കുക, ആളുടെ പാട്ടിനെ പറ്റി കേൾക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു കൂടുതലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആവശ്യമായിരുന്നു. എനിക്ക് തോന്നിയത് എന്ന് വെച്ചാല്, എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ് വേടൻ, ദളിത് കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് റിസർച്ച് ചെയ്യുമ്പോഴും ഒബ്വിയസ്ലി നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ എന്തിനാണോ റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്റെ ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു റിസർച്ച് വരുമ്പോൾ അത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, ഒരു ഗ്ലോബൽ റീച്ച് കൂടെ കിട്ടുന്ന ഒരു സംഭവം, ഗുണകരമായ ഒരു കാര്യമാണ്. ആണ്. അങ്ങനെ ഗുണം കിട്ടി, അല്ലെങ്കിൽ വേറൊരു ഗുണം കിട്ടി വളർന്നു വരുന്നൊരു കലാകാരനാണ് അയാള്. അതെ, പ്രൗഡായിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ആൾക്കാരെ കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന ഒരു ജോണർ കൂടിയാണ് റാപ്പ്. അതിൽ കൂടെ ദളിത് പൊളിറ്റിക്സ് പറയാൻ കഴിയുക, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുക, അത് വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പല റാപ്പേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ കഴിവായ പാട്ട് തിരഞ്ഞെടുത്തു. എനിക്ക് റിസർച്ച് പരമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന്, നമ്മള് എത്രയും കൂടുതൽ ഇതിനെ പറ്റിയിട്ട് പൊളിറ്റിക്സ് സംസാരിക്കുന്നു, അത്രയും കൂടുതൽ വിസിബിലിറ്റി കിട്ടും, അത്രയും കൂടുതൽ ആൾക്കാരിൽ എത്തും. ആളുടെ മനസ്സിലുണ്ടായ ഒരു കാര്യം തന്നെ അത് വേറൊരു രീതിക്ക് ഞാനും ചിന്തിച്ചു. അത് മുന്നോട്ട് കൊണ്ടുപോവാം. അത് നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുമുണ്ട് വേടനോട്. വേടൻ അതിനെപ്പറ്റി, ഈ പഠിപ്പിനെ പറ്റി ഞാൻ പല റീൽസിലും കണ്ടിട്ടുമുണ്ട്. ആള് നമ്മുടെ ജീനിലില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പൊതുവെ ആളുകള് നിന്നെപ്പോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു ലൈൻ ഓഫ് വേർഡ് ഞാൻ കുറെ ആംബുലേറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേ ഒരു സാധനമാണ് മേ ബി വേടുന്ന എക്സ്പോഷർ കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ. മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫ്ലേർട്ട് ചെയ്യാറൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യുമ്പോഴാണല്ലോ, നമ്മൾ അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അറിയാണ്ട് തന്നെ വേറെ ബന്ധത്തിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ആളുടെ കാര്യങ്ങൾ കേൾക്കാനുള്ളതാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, അതായത് കണ്ണുറന്ന് നോക്കിയാൽ മതി, ഇതുപോലെ ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ കുറെ ആൾക്കാരുണ്ട്. സംസാരിക്കുന്ന സ്പേസ് കിട്ടുമ്പോഴാണ് സംസാരിക്കുന്നത്. ഈവൻ എന്റെ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്. വൺസ് ഐ എം ഔട്ട് ഓഫ് മൈ ഹോം, എനിക്ക് അതിനുള്ള സ്പേസും എക്സ്പോഷറും ഒക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് വോയിസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പൊ ഞാൻ ഇത് തന്നെ വേടനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് നീ കണ്ടത് അവിടെ സ്പേസ് കിട്ടാതിരുന്ന കുറെ സ്ത്രീകളെ ആയിരിക്കും. അതുകൊണ്ട് when you get to meet more people, you will know ഇങ്ങനെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിവുള്ള കുറെ ആൾക്കാരുണ്ട്. തുറന്നു പറയാൻ ഒരു സ്പേസ് കിട്ടിയാൽ മതി. സർവൈവേഴ്സ് വേറെ സംസാരിക്കുമ്പോൾ
മനസ്സിലായിട്ടുണ്ട്. അയാള് ഈ സ്ത്രീകളുടെ ഭയങ്കര നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത്. ആ തരത്തിലുള്ള സംസാരങ്ങളാണോ ഈ ഉണ്ടായത്? ഞാൻ സർവൈവേഴ്സിനെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്റെ അടുത്തില്ല. അതെ, ഞാനായാലും അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു സാധനം കീപ്പപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലപ്പുറം ഞാനൊന്നും കൊടുത്തിട്ടുമില്ല. അത് ആ കോണ്ടാക്ട് ചെയ്ത് അന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ കൊടുക്കണം എന്നില്ല ഒരാൾക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ. മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സ്ഥലം ഓർമ്മയില്ല, എറണാകുളത്ത് തന്നെയായിരുന്നു. എനിക്ക് ആ എറണാകുളത്ത് അധികം സ്ഥലങ്ങൾ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആള് വന്ന് പിക്ക് ചെയ്തു. ആളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു റിസർച്ചിന്റെ കാര്യം പറഞ്ഞിട്ട് മീറ്റ് ചെയ്യാം, ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, നമ്മുടെ പാട്ടിനെ പറ്റി സംസാരിക്കാം, കുറെ കൂട്ടുകാരുണ്ട്, പരിചയപ്പെടാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് സ്ഥലം അധികം അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്താണുള്ളത്, അങ്ങോട്ടേക്ക് എങ്ങനെ വരണം എന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞപ്പോ ആള് പറഞ്ഞു ആളുടെ ഫ്രണ്ട്സുമായിട്ട് കാറിൽ വരുന്നുണ്ട്, ആള് പിക്ക് ചെയ്യാം. അങ്ങനെ ആള് പിക്ക് ചെയ്തിട്ട് നമ്മൾ അതിനിടയിൽ ഒരു പാട്ടുകാരന്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്. ആൾ അത്യാവശ്യം ഫേമസ്. അപ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയും പ്രൗഡും. കാരണം ഓരോരുത്തരുടെയും കഴിവ്, അങ്ങനെ കഴിവുള്ള കുറെ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തു. അങ്ങനെ ഒരു റൂമിലെത്തി. റൂമിലെത്തുന്ന സമയത്ത് ഒത്തിരി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഫ്ലാറ്റ്. അപ്പം അവിടെ വെച്ച് എത്തിയ ഉടനെ തന്നെ ആൾക്കാർ സംസാരിച്ചു. അവരുടെ ഫ്രണ്ട്സിനെയും 2-3 ആൾക്കാരെ എനിക്ക് ഓൾറെഡി പരിചയപ്പെടുത്തി തന്നായിരുന്നു. അവരൊക്കെ കണ്ടു, ഞാൻ എന്താ ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട് വരും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇയാൾ പറഞ്ഞു നമുക്ക് റൂമിലോട്ടിരിക്കാം, ആളുടെ പാട്ട് കേൾപ്പിക്കാം. വേടൻ പറഞ്ഞു. വേടൻ ഞാൻ മാത്രമായിരുന്നു റൂമിൽ പോകുന്നുണ്ടായി. ഐ വാസ് ഫൈൻ. മേ ബി അവിടെ ഒച്ചപ്പാടും ആൾക്കാർ കൂടുതലും ഉള്ളത് കൊണ്ടായിരിക്കാം. ഞാൻ പിന്നെ വേറൊരു ഉദ്ദേശം അതിൽ ഞാൻ കണ്ടുമില്ല. അങ്ങനെ എല്ലാരെയും നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതുവരെയും എൻ്റെ അടുത്ത് ഫോണിൽ അങ്ങനെ വെറുപ്പ് തോന്നാവിതോ അല്ലെങ്കിൽ വേറൊരു മോശമായ രീതിക്ക് അങ്ങനെ സംസാരിച്ചിട്ടില്ല. സോ നമ്മൾ റൂമിൽ കയറി, ആള് പാട്ട് കേൾപ്പിച്ചിരുന്നുണ്ട്. പിന്നെ ആള് ക്ലോസ് ആവാൻ തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അല്ല ആള് റൂം കയറിയിട്ട് കുറ്റി ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ കുറ്റി ഇടുന്നത്. അപ്പൊ ഇത് പറയുന്നുണ്ട് പുറത്തു വെച്ചപ്പെട്ട ആൾക്കാർ വിൽ ഹാവ് സം പ്രൈവസി. പാട്ട് കേൾക്കുവാണ്. പിന്നെ ആള് ക്ലോസ് ആവാൻ തുടങ്ങി. ഇല്ലില്ല, വേടം പാട്ട് കേൾക്കുക, ഫോണിൽ കേൾക്കുക, ആളുടെ ഏതോ ഒരു പ്രൊജക്റ്റോ അങ്ങനെയോ, അതായത് കൂട്ടുകാരൊത്ത് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ്. ഓക്കെ. പിന്നെ ആള് ക്ലോസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐ എം സ്കെയർഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആള് തമാശ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. അപ്പൊ ഓക്കെ. പിന്നെ എന്റെ മനസ്സിലുള്ളത് ഓക്കെ, ഞാനിങ്ങനെ കൂടുതൽ ഒന്നാമത് ഞാൻ കൂടുതൽ ചിന്തിച്ച് ഓവർ തിങ്കർ അല്ലെങ്കിൽ ആൻസൈറ്റി കൂടുതലുള്ള ആളുകൾ ഒരു സാധനം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനായിട്ട് ഇതിനെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. ആള് എനിക്ക് നല്ല ഉദ്ദേശത്തിലായിരിക്കും കൂടുതൽ ക്ലോസ് ആവാം. ഇത്രയും നാളെ ഓവർ ഫോൺ സംസാരിച്ച ഒരു വ്യക്തിയും കൂടെ ആണല്ലോ. അങ്ങനെ ആള് ക്ലോസ് ആവുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ബൗണ്ടറി ഇട്ടു. പക്ഷെ ഓൾ ഓഫ് ദാറ്റ് ആള് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ സ്കോർ ചെയ്ത് തരട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നാണക്കേടുണ്ട് പറയാൻ, പക്ഷെ എനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ സെക്ഷലി ആക്റ്റീവായ ഒരാളുമല്ല. അപ്പോ ഐ വാസ് ഷോക്ക്, ഐ വാസ് സ്റ്റക്ക്. അപ്പം ആളെന്റെ അടുത്ത് ചോദിച്ചു നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായി. ഈവൻ ദോ ഐഡിയൻ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, പക്ഷെ വേണ്ട, എനിക്ക് മനസ്സിലായി എന്തോ സെക്ഷൽ അപ്രോച്ച് രീതിക്കാണ് ആള് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കംഫർട്ടബിൾ അല്ല. ഞാൻ അവിടെ നിന്ന് എണീറ്റു, നമുക്ക് പോവാം, ഇത് റൂം തുറന്ന് പോവാന്ന് പറഞ്ഞു. അപ്പൊ ആള് ഫോഴ്സ്ഫുള്ളി എന്നെ ഞാൻ നിന്ന സ്ഥലത്ത് എന്നെ പിടിച്ച് ഉമ്മ വയ്ക്കുകയായിരുന്നു. ഫോഴ്സ്ഫുള്ളി ഉമ്മ വയ്ക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഞാൻ ഓക്കെ നമുക്ക് പുറത്തു പോയിരിക്കാം, എല്ലാവരുടെയും കൂടെ ഇരിക്കാം. ആൾക്കാരുടെ കൂടെ ആകുമ്പോൾ ഈ ഫെൽറ്റ് ഓക്കെ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് റൂം തുറന്ന് ആൾക്കാരുടെ കൂടെ ഇരുന്നു. പുറത്ത് ആരൊക്കെയോ വരുന്നുണ്ട്, കുറെ ഫ്രണ്ട്സ് വന്ന് പോകുന്നുണ്ട്, ഈവൻ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും വന്ന് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ എന്റെ മനസ്സിലൊക്കെ ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണ്
അന്ന് അവിടെ വെച്ച് പിന്നെ ഉണ്ടായ സംഭവത്തിൽ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവിടെ ആർക്കെങ്കിലും മനസ്സിലായിരുന്നു ഇങ്ങനെ സംഭവിച്ചു? എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാനായിട്ട് ആരുടെ സംസാരിച്ചിട്ടില്ല. ഇനി ഈ വ്യക്തിയായിട്ട് അവരുടെ ഈ വ്യക്തിയുടെ കൂട്ടുകാരാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. വേടന്റെ ഹിരൺദാസിന്റെ മാത്രം കൂട്ടുകാരായിരുന്നു. കാരണം ഞാൻ ഒരാൾ മാത്രമായിട്ടാണ് പോയത്. എനിക്ക് അവിടെ വേടൻ വഴി അറിയുന്ന ഫ്രണ്ട്സ് അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഈ ഫോഴ്സ്ഫുള്ളി ചെയ്ത ശേഷം പുറത്തിറങ്ങാൻ പോയപ്പോ പിന്നെ അയാൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ? ഇല്ല, ഞാൻ പറഞ്ഞെങ്കിൽ പറ്റത്തില്ല. ഞാൻ ബോൾഡായിട്ട് പറഞ്ഞു. ബോൾഡ് കോളേജ്. പക്ഷെ ഞാൻ പുറത്തിറങ്ങി. കാരണം അവിടുന്ന് ഒച്ച വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് തന്നെയാണല്ലോ മോശം. ഒച്ച വെക്കാനുള്ള ധൈര്യം ഉണ്ടോ ഇല്ലയോ ഉള്ളത് വേറെ. പക്ഷെ വച്ചാൽ ഇയാൾക്കാണ് മോശം. കാരണം വേറെ ആൾക്കും പരിചയപ്പെട്ട് വരുന്ന തരത്തിലുള്ള, അതായത് ന്യൂ കമേഴ്സ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ ഒരു സിറ്റുവേഷനോട് എത്ര സമയമാണ് സ്ട്രഗിൾ ചെയ്തു? അത് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തേക്ക് വന്നു. പക്ഷെ പുറത്ത് വന്നിരുന്നു കുറച്ച് സമയം. അതായത് എല്ലാവരും സെറ്റിൽ ഡൗൺ ചെയ്യുക, എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നെ തിരിച്ച് പിക്ക് ചെയ്ത ആളെന്നെ ഡ്രോപ്പ് ചെയ്യണം. അപ്പം ആ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അത്രയും സമയം ഞാൻ അവിടെ അവരുടെ അടുത്തിരുത്തായിരുന്നു. ഇത് പക്ഷെ എന്റെ മനസ്സിൽ മാത്രമായിരുന്നു ആ പ്രശ്നം ഉണ്ടായത്. കാരണം വേടൻ അത് കഴിഞ്ഞ് വളരെ ജോളിയായി സംസാരിക്കുന്നുണ്ട്, എല്ലാവരുടെ കമ്പനി അടിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല, അവിടെ വളരെ ആൾക്കാർക്ക് എങ്ങനെയാ വേടൻ എനിക്ക് അതിലും ഡൗട്ട് ഉണ്ട്. കാരണം ആദ്യമായിട്ട് കാണുന്ന എന്നോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ത്രീകളെടുത്ത് മേബി പെരുമാറിയ തരത്തിൽ അവർക്കും ചിലപ്പോൾ വിഷമവും ഇല്ലായിട്ട് പറയാതിരിക്കുന്നതായിരിക്കാം എനിക്ക് തോന്നിയിട്ടുണ്ട്. മുന്നോട്ട് കൊണ്ടുപോയോ? ഇല്ല, ഞാനത് ഡ്രോപ്പ് തന്നെ. ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇനിയും ഞാൻ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഇനിയും മീറ്റ് ചെയ്യണം. നമ്മൾ തമ്മിൽ കൂടുതൽ കോൺവെർസേഷൻ കൂടുതൽ എടുക്കണം. ഇങ്ങനെയൊക്കെ ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് തന്നെയാണല്ലോ പ്രൈമറി സബ്ജക്ട് എന്ന് പറയുന്നത് ഇയാളും ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലോട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഞാനത് ഡ്രോപ്പ്. ആർട്ടിനെ കുറിച്ചല്ലേ ചെയ്യുന്നത്? അപ്പൊ ആർട്ടിസ്റ്റിനെ പരിഗണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥ വരെ വന്നു. അവിടെയാണ് ഈ പലരും മനസ്സിലാക്കുന്നത്. ഈ ഞാൻ കൂടെ പഠിച്ചവരായാലും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ബോധത്തോടെ സംസാരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും ഈ ആർട്ടിസ്റ്റിന്റെ അടുത്ത് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതുപോലെ ഞാൻ പലരിടത്തും കേട്ടേക്കുന്ന ഒരു സാധനമാണ്, ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ അയാളുടെ പാട്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ പാട്ട് എഴുതുന്നത് അയാളാണ്, അയാളുടെ പൊളിറ്റിക്സ് ആണ് അയാൾ പറയുന്നത്. പിന്നെ അയാൾ എങ്ങനെ ആ പാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വേറെ നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കതിൽ വിശ്വാസമില്ല. എനിക്ക് അങ്ങനെ പറയുന്ന ഒരു മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും മറ്റ് നമ്മള് കലാരൂപ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പാട്ട് ഒരാൾ എഴുതുന്നു, മറ്റൊരാൾ പാടുന്നു. അതിലിപ്പോ ആ പാട്ടിന്റെ സ്വഭാവം അയാളുടെ സ്വഭാവം തമ്മിൽ ബന്ധമുണ്ടാവണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ കേസ് വ്യത്യസ്തമാണല്ലേ? അതെ അതെ. കാരണം ആള് മുന്നോട്ട് വെക്കുന്നത് തന്നെ ഐഡന്റിറ്റി കൊണ്ടാണ്. ആള് എല്ലാവരുടെ മുന്നിലും ഈവൻ ആള് ചെയ്ത ക്രൈം പോലും പലരും നിസ്സാരവൽക്കരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ആള് ദളിത് ഈവൻ മൈത്രേയൻ പോലും പറയും ആൾ അനുഭവിച്ചു വരികയാണ്. അപ്പൊ ഈ ദളിത് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഞാനൊക്കെ അപ്പൊ അനുഭവിച്ചല്ലേ വരുന്നത്. ഈ പറയുന്ന പോലെ ഈവൻ നൗ ഒരു സ്ഥലത്ത് ഈ ഐഡന്റിറ്റി തന്നെ പ്രശ്നമായിക്കൊണ്ട് എന്തോരം കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ കമ്മ്യൂണിറ്റി തന്നെ പിന്നെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് സ്ത്രീകൾ. അപ്പം ഈ പറയുന്ന പവർ ദളിത് കമ്മ്യൂണിറ്റിയിൽ രണ്ട് പവർ വർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലല്ലേ ആള് വേടൻ പെരുമാറുന്നത്. അതിലൊന്നും ഈ പറയുന്ന സമൂഹത്തിലൊന്നും സംസാരിക്കാനില്ലെങ്കിൽ സത്യം എനിക്ക് ദേഷ്യമാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. നോക്കൂ, ഇത് ഇവരുടെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമുള്ള ഒരു പാർട്ടാണ്. ഇനി ഇവരുടെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഞാൻ സത്യത്തിൽ ഇവിടെ കേരള പോലീസിനെ ഞാൻ വലിയ രീതിയിൽ പ്രശംസിക്കുന്നു. അവർ അഭിനന്ദനാർഹം തന്നെയാണ്. കാരണം ഈ കേസ് ബോൾഡ് ആയിട്ട് തന്നെ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം എന്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മൾക്ക് ഇവിടെ ഇപ്പൊ ഈ വേടന്റെ ആരാധക വൃന്ദങ്ങൾ, അതായത് ബലാത്സംഗ വീരനാണ്, കഞ്ചാവടിയനാണ്, അതല്ലെങ്കിൽ ഒരുപാട് കേസുകളിൽ അകപ്പെട്ടവനാണ്. എന്നിരുന്നാലും ഇവനെ ആരാധിച്ചുകൊണ്ട് ഇവനെ ഇന്നും വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്വന്തം കുടുംബത്തെ കൂട്ടിക്കൊടുത്താലും വേണ്ടില്ല ഇവനെ ഹിന്ദു സംസ്കാരത്തിനെതിരെ, BJPക്കെതിരെ, RSSനെതിരെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് എന്ന ചിന്തയുള്ള ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു തെളിവുമില്ലാതെ കേരള പോലീസ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കേസ് എടുക്കില്ല എന്നുള്ളതാണ്. എനിക്കിതിലെ അനുഭവം ഉണ്ട് എന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ?
ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പില് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ആ തിരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിന്റെ ഇലക്ഷന്റെ തലേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, എനിക്കും ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ക്രൈം ഓൺലൈൻ ചാനൽ നടത്തുന്ന വ്യക്തി. അദ്ദേഹം ഒരു RSSകാരിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായുള്ള ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ചാനലിൽ പബ്ലിഷ് ചെയ്തു. അപ്പൊ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാർ സാർ ഇത് ചെയ്യരുത്, ഇത് പക്ക ഫ്രോഡാണ്, ഈ സ്ത്രീ പറയുന്നത് പച്ചശുദ്ധ നുണയാണ്, ഇവർ പണം തട്ടിയെടുക്കാനോ അതല്ലെങ്കിൽ സുരേഷ് ഗോപിയിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനോ വേണ്ടി മാത്രമാണ്. ഈ സ്ത്രീ നമ്മുടെ ചാനലിനെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല, അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് പറയാൻ കാരണം, ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ചാനൽ നമ്പർ കൊടുക്കുന്നുണ്ട്, 9961 തുടങ്ങുന്ന വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള നമ്പർ കൊടുക്കാറുണ്ട്. അത്തരത്തിൽ ഈ നമ്പറിൽ ഈ നന്ദകുമാർ കൊടുത്ത RSSകാരിയായുള്ള സ്ത്രീ എന്ന ആരോപണത്തോടു കൂടി കൊടുത്ത ആ സ്ത്രീ എന്നെ വിളിക്കുന്നു. എന്നെ വിളിച്ച സമയത്ത് ആ സ്ത്രീ പറയുന്നു, സാറേ എനിക്കൊരു സ്റ്റോറി ഉണ്ട്, പറയാനുണ്ട്, ഒരു അനുഭവമാണ്. ഞാൻ എന്താണ് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഇങ്ങനെ സുരേഷ് ഗോപിയെ അവർ കുഞ്ഞുനാളിൽ 18-17 വയസ്സുള്ള സമയത്ത് അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സുരേഷ് ഗോപി തിളങ്ങി നിൽക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി ഞാനും എന്റെ സുഹൃത്തും കൂടെ പോയി. അങ്ങനെ ഞങ്ങൾക്ക് പേരുദോഷം വന്നു, വേറൊരു പെൺകുട്ടിയും കൂടെ പോയി എന്ന് അവർ പറയുന്നു. അങ്ങനെ പേരുദോഷം വന്ന് ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല, സുരേഷ് ഗോപിനെ കാണാനും പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ അവസാനം മലപ്പുറം വന്നെത്തിയാണ്. പിന്നെ അവരുടെ മാരേജ് എന്ന് പറഞ്ഞാൽ ലവ് മാരേജ് ആണ്, ഏതൊരു ക്രിസ്ത്യൻ പയ്യനായിട്ട്, ഇവര് ഹിന്ദു സ്ത്രീയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. ഈ സ്റ്റോറി ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവർ കൃത്യമായിട്ടും ഒരു മാനസിക രോഗം ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്ന ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇല്ല, ഇത്തരം ഒരു സ്റ്റോറി, ഇതിന്റെ ജെനുവിനിറ്റി നമ്മൾക്ക് പരിശോധിക്കാതെ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ് ജീവിതം, എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവെങ്കിലും സുരേഷ് ഗോപി ഏറ്റെടുക്കുക, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് സുരേഷ് ഗോപി ഒന്ന് കാണാനുള്ള വഴിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പം അന്വേഷിച്ച്, എന്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ച് ഞാൻ അന്വേഷിച്ച സമയത്ത് ഇവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ, ഭർത്താവിന് ജോലിയുണ്ട്, അദ്ദേഹം ടാപ്പിങ്ങും പിന്നെ വയറിങ്ങും മറ്റുള്ള ഇലക്ട്രോണിക്സിന്റെ വർക്കും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് പറയാം, എന്നിട്ട് ആ ജോലിക്ക് പോവുക, അല്ലാതെ സുരേഷ് ഗോപിയിലേക്ക് എത്തേണ്ട അത്ര വലിയ പായാരൊന്നും നിങ്ങൾക്കില്ലെന്ന് പറയുന്നു. അങ്ങനെ ഈ സ്ത്രീ പറഞ്ഞു, ജോലി വേണ്ട, എനിക്ക് സുരേഷ് ഗോപിയുടെ അടുത്ത് എത്തിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇവരുടെ ദുരുദ്ദേശം എന്താണ് എന്നുള്ളത്. എന്തായാലും ആ വിഷയം ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ ഇതേപോലെ തന്നെ ക്രൈമിന്റെ നമ്പർ കണ്ട് ക്രൈമിനെ ബന്ധപ്പെടുന്നു. സുരേഷ് ഗോപിക്കെതിരെ ഒരു സ്റ്റോറി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ക്രൈം നന്ദകുമാർ സാർ അത് ചാടിപ്പിടിക്കുന്നു. ലോക്സഭാ ഇലക്ഷന്റെ തലേ ദിവസം അത് പബ്ലിഷ് ചെയ്യുന്നു. അതിനെതിരെ ഞാൻ കൃത്യമായിട്ട് നന്ദകുമാർ സാറോട് സംസാരിച്ചിട്ടും അയാളത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ അനുഭവം ഈ സ്ത്രീയെ കുറിച്ച് ഞാൻ പച്ചയ്ക്ക് പറയുന്നു. അതോടുകൂടി നന്ദകുമാർ സാറ് എന്നോട് പക വെച്ച് പുലർത്തുക മാത്രമല്ല, അദ്ദേഹം ചെയ്തൊരു വലിയ തീവ്രമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നറിയാമോ? ഈ സ്ത്രീയെ വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ പോയിട്ട് അറ്റംപ്റ്റ് ടു റേപ്പ്, അതായത് സുരേഷ് ഗോപിയുടെ സഹായം നേടിത്തരാ എന്ന് പറഞ്ഞുകൊണ്ട് VK ബൈജു എന്ന് പറയുന്ന ഞാൻ ആ സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള നിയമങ്ങൾ ചേർത്തുകൊണ്ട്, കാരണം നിയമത്തിന്റെ കാര്യങ്ങൾ നന്ദകുമാർ സാറിന്റെ അത്ര നമ്മൾക്ക് ആർക്കും അറിയില്ല, കാരണം അയാൾ ഒരുപാട് കാലമായിട്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയാറ്. എന്തായാലും അദ്ദേഹം അത് തെളിയിച്ചു. അങ്ങനെ ഒരുപാട് ഗുരുതര വകുപ്പ് ചേർത്ത് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നു. ഇതിന്റെ വിവരം കിട്ടിയതോടുകൂടി ഞാൻ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം എടുക്കുന്നു. ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നു. ഈ മുൻകൂർ ജാമ്യം കിട്ടിയ സമയത്ത് ഞാനത് ഈ പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ മുൻകൂർ ജാമ്യത്തിന്റെ കോപ്പിയുമായി ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു രേഖ എന്ന് പറയുന്ന ഒരു SI ഉണ്ട്. ആ SI അവിടെ അന്ന് ഡ്യൂട്ടിയിലില്ല. അപ്പൊ അവിടുത്തെ റൈറ്റർ പറഞ്ഞു, ഇങ്ങനെ ബൈജു വന്നിട്ടുണ്ട്, മുൻകൂർ ജാമ്യം ഇട്ട വന്നിരിക്കുന്നെന്ന് പറഞ്ഞപ്പം ആ ഉദ്യോഗസ്ഥ എന്നോട് സംസാരിക്കാൻ ഫോൺ തരാൻ പറഞ്ഞു. അപ്പൊ ആ ഉദ്യോഗസ്ഥ എന്റെ അടുത്ത് പറഞ്ഞെന്തെന്നറിയാമോ? ബൈജു, ഞങ്ങൾ പ്രഥമ ദൃഷ്ട്യാ ആ കേസ് ഫേക്ക് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ സ്ത്രീയുടെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് കോടതിയിൽ ഞങ്ങൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എന്തിനാ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തത് എന്നുള്ളത്. അപ്പൊ എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും ഗുരുതര വകുപ്പിട്ടിട്ടും പോലീസ് എന്നെ അന്വേഷിച്ച് വരികയോ അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാനോ മുതിർന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. അവർ പ്രാഥമികമായിട്ട് അന്വേഷിച്ചപ്പോൾ തന്നെ ഈ സ്ത്രീയുടെ ആരോപണം പച്ച കള്ളമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ ആക്ഷൻ എടുക്കാതിരുന്നത് എന്നുള്ളത്. പക്ഷെ ഞാനത് അറിഞ്ഞിരുന്നില്ല. ഞാൻ മുൻകൂർ ജാമ്യത്തിന് ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം അത് വക്കീൽ നമുക്ക് എടുത്തു തന്നു. അങ്ങനെ എടുത്തു തന്ന സമയത്ത് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ആണ്, ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന വക്കീലാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു തന്ന് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് അറിയുന്നത്. അത്തരത്തിൽ നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടത്തി എത്ര പീഡന കേസുകളിൽ എത്രയോ ആളുകളെ, നിരപരാധികൾ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ അടച്ചു എന്ന വാർത്തയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു അനുഭവം വെച്ച് പറയാം,
കേരള പോലീസിനെ എനിക്ക് അതുകൊണ്ട് വലിയ ആ ഒരു വിഷയം കൊണ്ട് തന്നെ വലിയ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അവരെ അത്തരത്തിൽ നീതിപൂർവമായിട്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ കൊടുത്ത ഈ ഡോക്ടർ കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ട്, കൃത്യമായിട്ട് തെളിവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വേടനെതിരെ ജാമ്യമില്ലാ കേസ് പ്രകാരം കേസെടുത്തിട്ടുള്ളതും ഇയാൾ മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി ഹൈക്കോടതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒളിവിൽ പോയിരിക്കുന്നു എന്ന വാർത്തയൊക്കെ നമ്മൾക്കറിയാം. ഇനി ഇവർ വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടല്ലോ, മാരകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. ഇപ്പൊ ഇതിന് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നിങ്ങൾ കേട്ടത്. ഇനി മാരകമായിട്ടുള്ള വെളിപ്പെടുത്തൽ ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. കേട്ട് നോക്കാം നമുക്ക്. തൃശ്ശൂരിലെ മിക്ക ഫോറസ്റ്റിലും പോയി ഹണ്ട് ചെയ്യുമായിരുന്നു പറഞ്ഞാൽ അങ്ങനെയാണ് അവന് വേടൻ എന്നുള്ളൊരു പേര് വന്നത്. എന്റെ അടുത്ത് ന്യായീകരണമായിട്ട് പറഞ്ഞത് അവന്റെ പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഹണ്ടിങ്ങിന് പോവുമായിരുന്നു. ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോ അതുപോലെ മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് പിൽസും കനാബിസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്ത സമയത്ത് അവൻ എന്നെ ബ്ലീഡ് ചെയ്യിപ്പിച്ചത്. ഭയങ്കര ക്രൂവലായിരുന്നു ആ സമയത്ത്. ഒരു തവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് സെക്ഷൽ അഡ്വാൻസസ് നടത്തിയത്. സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് അയാള് ഫാൻസിനോടൊക്കെ എപ്പോഴും പറയാറുള്ളത്. അയാൾ യൂസ് ചെയ്തിരുന്നു. അത് അയാൾ യൂസ് ചെയ്തിരുന്നു. ഞങ്ങള് സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂവലായിട്ടായിരുന്നു ആ സെക്ഷൽ ആക്ട് ചെയ്തത്. അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞത് വെറും ബ്ലഡ് അല്ലേ, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവരെന്നെ കല്യാണം കഴിക്കും എന്നാണ്. ബിക്കോസ് എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നെ ഫോൺ വിളിക്കുന്നോ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവന് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ. നെക്സ്റ്റ് ഡേ എന്നെ വന്ന് കുറെ ചീത്ത പറഞ്ഞു. നീ എന്നെ പഴച്ചവനാക്കുവാണ്, നീ ഭയങ്കര ടോക്സിക് ആണ്, നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകളോട് സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത്. അതായിരുന്നു പരാതി. അവന്റെ അമ്മനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഇങ്ങനെ പറയും ഫ്രണ്ട്സിന്റെ മുന്നിലും പാർട്ട്നേഴ്സിന്റെ മുന്നിലും ഒക്കെ. എന്റെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു, അവന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പൊ സത്യമാണോ പറഞ്ഞതില്ല, ബിക്കോസ് ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അമ്മയുടെ വിരോധമാണ്, ഇഷ്ടമല്ല എന്നുള്ളത് വ്യക്തമാണ്. ചേട്ടനായിട്ടും നോക്കൂ, ഈ വേടൻ എന്ന് വിളിക്കുന്ന ഈ കിരൺദാസ് മുരളിയുടെ അമ്മ ഏതോ ഒരു മലപ്പുറത്തെ ഏതോ ഒരു മുസ്ലിം കുടുംബത്തിൽ ഇത്ര കാലം ജോലിക്കുണ്ടായിരുന്നു. അങ്ങനെ വേടന്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ ഇതാ ചേർത്ത് പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടമിട്ട ഒരു സ്ത്രീ, മുസ്ലിങ്ങളുടെ ആ വലിയ ആരാധനാ പാത്രത്തിന്റെ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ആ സ്ത്രീ വേടന്റെ ഒരു വേദിയിൽ ചെന്ന് ആ ഫോട്ടോ കൊടുക്കുന്നു. അപ്പൊ വേടൻ വികാരാധീനതയോടെ ഈ സ്ത്രീയെ, ഈ താത്താനെ കെട്ടിപ്പിടിക്കുന്നു. അതൊക്കെ നമ്മുടെ ജിഹാദി മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫണ്ട് വാങ്ങിയിട്ടുള്ള എല്ലാ ചാനലുകാരും ഉപയോഗിക്കുന്നു. അത്ര കണ്ട് അമ്മയെ സ്നേഹിക്കുന്ന ഇവൻ കൃത്യമായിട്ടും അമ്മയെ കണ്ടിരുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഈ സ്ത്രീയാണ് പറയുന്നത് പച്ചയ്ക്ക്. അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, ഒരു വേശ്യയാണ് എന്റെ അമ്മ, എല്ലാവരും വിളിക്കുമ്പോ ഈ വേശ്യാവൃത്തിക്ക് പോകുന്ന സ്ത്രീയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കണം എത്രത്തോളമാണ് ഈ പച്ച നുണയും പറഞ്ഞ് നടക്കുന്ന വേടനെ വിശ്വസിക്കുന്ന മലയാളിയുടെ സംസ്കാരം എവിടെ എത്തി എന്നുള്ളത്. അതായത് ഇനി ഒരുപാട് വലിയ വെളിപ്പെടുത്തലാണ് ഇദ്ദേഹം നടത്തുന്നത്. നോക്കാം നമുക്ക്. കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ബിക്കോസ് ഐ തോട്ട് ഹി വാസ് ഗോയിങ് ടു മാരി മീ. അങ്ങനെയാണ് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അച്ഛനും ഈവൻ അമ്മയായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ. അപ്പൊ പറയുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷെ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാശിട്ടാണ്, ഞാൻ ജമൈക്കുന്ന കുറെ പെൺപിള്ളേരെ ഇറക്കുമതി ചെയ്യും, എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് നടക്കും. റിഹാനയുടെ ആർട്ട് കൊള്ളത്തില്ല, ഈ ആർട്ടിസ്റ്റിന്റെ ഭയങ്കര നല്ല ആർട്ടാണ്, പക്ഷെ അതേസമയം ഈ ആർട്ടിസ്റ്റിന്റെ ഭയങ്കര പൊട്ട സ്മെല്ലായിരിക്കും വരുന്നത്. പക്ഷെ റിഹാനയുടെ നല്ല സ്മെല്ല് വരും. സോ അത് നെലിഞ്ഞിട്ടാണ്, മറ്റവർക്ക് നല്ല വണ്ണമുണ്ട്. അതുകൊണ്ട് സെക്ഷൽ ടോണിലാണ് ചോദിക്കുന്നത് പറയുന്നത്. സ്ത്രീകളെ മൊത്തത്തിൽ കാണുന്നത് അങ്ങനെയാണ് തോന്നിയത്. മാത്രം ഒരു കളിപ്പാട്ടം പോലെ യൂസിങ് ആൻഡ് ത്രോയിങ് എന്നുള്ള രീതിയിലാണ്. ഒരു യാട്ടിലൊരു പെണ്ണിന് കയറണമെങ്കിൽ ഒരു ബിക്കിനി ഇട്ടാൽ മതി. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ആണുങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. മീൻസ് ബേസിക്കലി സ്ത്രീകൾ തുണി അഴിച്ചിട്ട് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീയോടാണ് ഇത് പറയുന്നത് എന്നൊരു ചിന്തയില്ലാതെ, അതോ ഡ്രഗ്സോ കഴിച്ച ശേഷമാണ് ഇങ്ങനത്തെ സംസാരങ്ങൾ വരുന്നത്? അല്ല, സോബറായിട്ട് ഇരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം. എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നോ അപ്പോഴൊക്കെ ഡ്രഗ്സ് കൊണ്ട് വരുമായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും കനാബിസ് യൂസ് ഉണ്ടായിരുന്നു. 3 നേരം ഭക്ഷണം കഴിക്കുന്നവരെ. അവനൊരു ഡ്രഗ് പെഡ്ലർ ആയിരുന്നു, പല സെലിബ്രിറ്റീസിനെ എത്തിക്കുമായിരുന്നു ഡ്രഗ്സ് ഒക്കെ. അങ്ങനെ പോയിട്ടാണ് അവന്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ടുള്ള കാശൊക്കെ സംഘടിപ്പിച്ചതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സർവൈവർ നമ്പർ 2 കുറിച്ച് പറഞ്ഞത് അവൻ ഫോഴ്സ്ഫുള്ളി അവളെ കിസ് ചെയ്യുമായിരുന്നു, എന്നിട്ട് സ്പേർട്ട് ചെയ്ത് വരട്ടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമായിരുന്നു എന്നാണ്. 3ാമത്തെ സർവൈവറിനെ കുറിച്ച് പറഞ്ഞത് ഇവര് സെക്ഷൽ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അവൻ ഫോഴ്സ് ചെയ്ത് ചെയ്യുമായിരുന്നു.
ചെയ്തോണ്ടിരുന്ന സമയത്ത് അവള് ബ്ലീഡ് ചെയ്തു. ഇപ്പൊ കൊച്ചിയിൽ വന്നാലും അല്ലെങ്കിൽ കോഴിക്കോട് വന്നാലും എന്റെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മദ്യം വാങ്ങിക്കലും ഒക്കെ ആയിരുന്നു. ഇതുകൂടാണ്ട് ഡ്യൂറിങ് ദ റിലേഷൻഷിപ്പ് എപ്പോഴൊക്കെ അവൻ ആവശ്യപ്പെട്ടോ അവന് ഇയർഫോൺസ്, കൂളറ്, കിൻഡില്, അങ്ങനത്തെ ഷർട്ട്സ്, പല പല കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിനും ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. CPM പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ള കുറെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. അതായത് ഈ അവന്റെ എതിർകക്ഷികൾ CPM സപ്പോർട്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അവൻ ആരായിരുന്നു? അവൻ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന ഒരു ഭാഗമായിരുന്നു. സ്ത്രീകള് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഭാഗം, ഇവൻ ആ പാർട്ടിയുടെ, ആ സംഘടനയുടെ ഭാഗമായിരുന്നു. അത് ആരുടേതെന്ന് അറിയാമോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിക്കുന്ന ലോക മുസ്ലിം ഭീകരതയുടെ ഹബ്ബ്, അതല്ലെങ്കിൽ ആ ഒരു പിതൃത്വം പേർന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവ സംഘടനയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. ആ മൂവ്മെന്റിലെ പ്രവർത്തകനാണ് ഇവൻ. അതല്ലെങ്കിൽ ആ മൂവ്മെന്റ് ഉപയോഗിക്കുന്ന, വളർത്തിക്കൊണ്ടുവന്ന, എന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അതായത് ഇവിടുത്തെ ഭാരതത്തിനെതിരെ രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, ഹമാസ് പോലെയുള്ള കൊടും മുസ്ലിം ഭീകര രാജ്യങ്ങളെ ഉയർത്തി പറയുക, ഹമാസ് പോലെയുള്ള കൊടും ഭീകരന്മാരെ വെളുപ്പിച്ചെടുക്കുക, അത്തരത്തിൽ അതിനുവേണ്ടി വളർത്തിക്കൊണ്ടുവന്ന ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകനാണ് ഇവൻ എന്ന് കൃത്യമായിട്ടും ഈ യുവതി വെളിപ്പെടുത്തുകയാണ്. അടുത്തത് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം. ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവൻ എന്നെ കല്യാണം കഴിക്കും എന്നാണ്. ഈസ് ആക്ച്വലി ഹണ്ടിങ് വിമൻ. മലയാളികൾ ഒരുപാട് പേര് നെഞ്ചിലേറ്റിയ ഒരു കലാകാരന്റെ മറ്റൊരു മുഖമാണ്, എത്തിക്കുന്ന ഒരു മുഖമാണ് എനിക്ക് അയച്ചു തന്നെ ഈ പരാതിയിലൂടെ വായിച്ചു പോകുമ്പോൾ ഞാൻ കാണുന്നത്. വേടന്റെ സമാനമായ കുറെ അനുഭവങ്ങൾ മറ്റു പലരുടെയും കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനേക്കാൾ ഒരുപക്ഷെ ക്രൂരമായ പെരുമാറ്റങ്ങൾ ഉണ്ടായതിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ താങ്കളാണ് അതിന് വേണ്ടി തരത്തിലൊരു പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്ന് അതിനെ കുറിച്ച് അറിയുമ്പോൾ ആരും അത് ചോദിക്കാനിടയുള്ള ഒരു ചോദ്യം ഞാനത് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്? ഏതാണ്ട് 2021 മുതലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ബന്ധത്തിലെ കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. എന്തുകൊണ്ടാണ് വൈകിയത്? ഞാൻ ഈയിടയ്ക്കായിട്ട് കേരളീയം എന്ന് പറഞ്ഞൊരു ഓൺലൈൻ മാഗസീനിൽ വായിച്ചൊരു ആർട്ടിക്കിൾ പുറത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു എന്തുകൊണ്ട് പരാതി വൈകി എന്നുള്ള ചോദ്യം. അതൊരു സർവൈവർ ആണ് എഴുതിയത്, വേടനെ കുറിച്ച് തന്നെ എഴുതിയതായിരുന്നു. അപ്പം എനിക്ക് പിന്നെ മനസ്സിലായത് ഇയാള് എന്നോട് ചെയ്തൊരു ക്രൂരതയായിട്ട് അതേപോലെ തന്നെ വേറെ പല സ്ത്രീകളോടും ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനപ്പോ സർവൈവേഴ്സിനെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ സൈഡ് ഓഫ് ദി സ്റ്റോറി ഞാൻ കേട്ടു. അതിനുശേഷം എനിക്ക് മനസ്സിലായി എന്നോട് പറഞ്ഞത് മുഴുവൻ കള്ളത്തരായിരുന്നു, തല തിരിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത്, കുറെ കൂടെ ബ്രൂട്ടൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നാണ് ഈ അടുത്താണ് ഈ സർവൈവറുടെ അനുഭവം വായിച്ചത്? എനിക്ക് തോന്നുന്നത് ഒരു മാസം മുമ്പാണ് അല്ലേ? ഒരു മാസം എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇവരുടെ സെക്ഷൽ ആക്ടിന്റെ സമയത്ത് ഈ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതവൻ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുമായിരുന്നു. ചെയ്ത സമയത്ത് ബ്ലീഡ് ചെയ്യുകയും ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പോ ഇത് പക്ഷെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് അവനെ അവളെ ബ്ലീഡ് ചെയ്യിപ്പിച്ചു, അവനെ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവൻ എന്റെ അടുത്ത്. നോക്കൂ, ഒരു സ്ത്രീ ഒരു പുരുഷനെ എങ്ങനെയാണ് ബ്ലീഡ് ചെയ്യിപ്പിക്കുക? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മൾക്കറിയാലോ. അതായത് ലൈംഗിക ബന്ധത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ പുരുഷനെ ബ്ലീഡ് ചെയ്യിപ്പിക്കുക? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് ഈ വേടൻ പറയുന്നത്. അവനെ കുറിച്ച് ആരോപണം ഉയരുമ്പോൾ അവൻ എങ്ങനെയാണോ അതിനെ പ്രതിരോധിക്കാതെ അതിന് വേണ്ടി കൃത്യമായിട്ടും ഒരു പുതിയൊരു ഫേക്ക് സ്റ്റോറി, അതും ഒരു ഡോക്ടറോടാ പറഞ്ഞത്. ഡോക്ടർ അത് പച്ചയ്ക്ക് പൊളിച്ചെടുക്കുകയും ചെയ്തു. എന്തിനാണ് ആ പച്ച നുണ പറയുന്നത് എന്നുള്ളത്. ഇനി ഈ യുവതിയുടെ സംശയാസ്പദമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആരാധക വൃന്ദങ്ങളുണ്ടാവും. സ്വന്തം മക്കളെ ഈ വേടന് കൂട്ടിക്കൊടുത്താലും, ഭാര്യയായാലും സഹോദരിയെ കൂട്ടിക്കൊടുത്താലും ഞങ്ങൾക്ക് വേണ്ടത് രാജ്യദ്രോഹ പരാമർശം നടത്തുന്ന വേടൻ ഇവിടെ നിലനിൽക്കുകയാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, കേരള പോലീസ് വെറുതെ ഒന്നുമല്ല ഇവനെതിരെ കേസെടുത്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ക്രൗഡ് പുള്ളിങ്ങിന് വേണ്ടിയിട്ട്, പിണറായി വിജയന്റെ വേദിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ നികുതി കാശ് എടുത്ത് കൊടുത്ത് കൊണ്ടുവന്ന് പിണറായി വിജയൻ പോലും ആദരിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് നടന്ന സഖാവ് വേടനെതിരെ ഈ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള കുറ്റമാണ് ഇവൻ ചെയ്തതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആരാധക വൃന്ദങ്ങളെ ഇനി ബാക്കി കൂടെ കേൾക്കാം. തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാനത് വിചാരിച്ചിട്ടിരുന്നത് ഫേക്ക് കംപ്ലൈന്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ തൊട്ടിയെടുത്ത്, പക്ഷെ പിന്നീട് ഞാൻ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അത് കള്ളത്തരമായിരുന്നു. യഥാർത്ഥത്തില് താങ്കളുടെ അനുഭവമായിട്ട് അതിന് വളരെ സിമിലാരിറ്റി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. അതെ, വളരെ സിമിലാരിറ്റി. ഞങ്ങള് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത് 2021 ഏപ്രിൽ മാസത്തിലാണ്.
ആ സമയത്ത് ഒരു കോവിഡ് സമയമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുമായിരുന്നു, നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, സംസാരിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവാൻ തുടങ്ങി. ഇതിനുശേഷം ഒരു ജൂൺ 2021 2-ാം തീയതിയോ 3-ാം തീയതിയാണ് ഇതിനെ കുറിച്ചുള്ള ഒരു സെക്ഷൽ അലിഗേഷൻസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആയിട്ട് വന്നത്. അത് വാഷ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. അപ്പൊ പല സ്ത്രീകളും അത് കൊടുത്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് അയച്ചു തന്നത്. അത് കണ്ട് ഞാൻ ആദ്യം ഭയങ്കര ഷോക്കായി പോയി. ഞാൻ അവൻ്റെ അടുത്ത് കൺഫ്രണ്ട് ചെയ്തു, അതായത് ഫോണിൽ കൂടെയാണ് കൺഫ്രണ്ട് ചെയ്തു. അപ്പോ അവൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്, അത് ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ആദ്യം അത് വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചു, ഇവൻ ദളിത് ആയതുകൊണ്ട് ചിലപ്പോ ആൾക്കാർ അവനെ ടാർഗറ്റ് ചെയ്യുന്നതാണെന്നും അവൻ മേ ബി ഹീസ് മേക്കിംഗ് അതർ പീപ്പിൾ അൺകംഫർട്ടബിൾ ത്രൂ ഹിസ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും അൺകംഫർട്ടബിൾ ആക്കുന്നത് കൊണ്ടായിരിക്കും എല്ലാവരും ഇവനെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത്. ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പയർഡ് ആയിരുന്നു ഇവന്റെ ദളിത് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ നല്ലൊരു സപ്പോർട്ടർ ആയിരുന്നു അതിന്റെ. ബിക്കോസ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര റെയറായിട്ട് ആൾക്കാർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനപ്പോ സപ്പോർട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്ട്രോങ് ആയത്. അതെ, അയാൾ പറഞ്ഞ സൈഡ് ഓഫ് ദ സ്റ്റോറി വിശ്വസിച്ചു. അപ്പൊ കുറച്ചും കൂടെ ഞാൻ സപ്പോർട്ട് ഓഫർ ചെയ്തു. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയി. അങ്ങനെ അവനൊരു ദിവസം ഓഗസ്റ്റ് 2021 എന്നെ കാണാൻ വന്നു. എന്നെ കാണാൻ വന്നത് അതുപോലെ തന്നെ കോവിഡ് ടൈമിന്റെ സമയത്തായിരുന്നു. ഒരു ഉച്ച സമയത്താണ് എന്നെ കാണാൻ വന്നത്. ട്രെയിൻ പിടിച്ചാണ് വന്നത്. എന്നെ കാണാൻ വന്നു. എന്നിട്ട് ഇയാള് ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഇയാള് പറയുന്നത് മുഴുവൻ ഈ സർവൈവേഴ്സ്. ഇനി ഈ കാണാൻ വന്നു എന്നുള്ള ഡേറ്റ് സഹിതം ഇവർ കൊടുക്കുന്ന തെളിവുണ്ടല്ലോ, ഇത് എങ്ങനെ കേരള പോലീസ് ഇത് സാധൂകരിക്കേണ്ടതുണ്ട്? കാരണം കോടതിയിൽ ഈ കേസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ചത് കൊണ്ടാണ് കേസിന് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് കേസ് എടുത്തത്. ഇനി എങ്ങനെ ഇത് പരിശോധിക്കുന്ന അറിയാമോ? ഈ വേടന്റെ അന്ന് ഉപയോഗിച്ച മൊബൈൽ നമ്പർ, ഈ സ്ത്രീയുടെ മൊബൈൽ നമ്പർ, ഇത് രണ്ടും നിലനിൽക്കുന്നത് ടവർ ലൊക്കേഷൻ ഏതാണ് അല്ലെങ്കിൽ ആ സ്പോട്ട് ഏതാണ് എന്നും കൃത്യമായിട്ടും ഇവർ പറയുന്ന ആ വാദത്തെ ശരിവെക്കുന്നതാണോ എന്നും കൃത്യമായിട്ടും പോലീസ് പരിശോധിച്ചുകൊണ്ടാണ് ഇതിന് തെളിവായിട്ട് സാധൂകരണം കോടതിയിൽ പോലീസിന് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ സാധൂകരണം, അതുകൊണ്ടാണ് ഡേറ്റിന്റെ പ്രാധാന്യം എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാം. മാത്രമല്ല പോലീസ് ഇതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് ഈ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് തന്നെയാണ് കൂടുതൽ കേസുകളിലും ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ഇതിന് സാധൂകരണം പോലീസ് കണ്ടെത്തുന്നത്. കേൾക്കാൻ ബാക്കിയൂടെ. ഇവരെ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഫുൾ തലതിരിച്ചു. ചോദിച്ചു. ഇതോടൊപ്പം തന്നെ ഇയാൾക്ക് എന്നോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നേരിട്ട് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി, കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഇയാളെ കാണുന്നതിന് മുന്നേ, എന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതിന് മുന്നേ എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം എന്നുള്ളത് ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്നെ കാണാൻ വന്നത്. എന്നിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ട് ഞാൻ ഫുൾ കാര്യങ്ങൾ വിശ്വസിച്ചു. ഇവന്റെ ഭാഗത്തുനിന്ന് ഇവൻ പറഞ്ഞതല്ല. അതായത് എല്ലാവരും ഇവനെ അബ്യൂസ് ചെയ്യുമായിരുന്നു. ഇത് ഇവനെ ബ്ലീഡ് ചെയ്യിപ്പിച്ചു, ഇവനെ ഹരാസ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇവരൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ്, ലൈക്ക് CPM പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ടേഴ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് അവനെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ള കുറെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. അതായത് ഈ അവന്റെ എതിർകക്ഷികൾ CPM സപ്പോർട്ടേഴ്സ് ആയിരുന്നു. അവൻ ആരായിരുന്നു? അവന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് അവൻ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന ഒരു ഭാഗമായിരുന്നു ആ സമയത്താണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോ ആള് ലെഫ്റ്റ് സപ്പോർട്ടറായിട്ട് ആണ് ഇപ്പൊ പൊതുവേദികളിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ലീനിയൻസ് എങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഈ പറഞ്ഞതിന് പറഞ്ഞപ്പോ കാണാൻ വന്ന ശേഷം ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. കോഴിക്കോട്ടാണ് വരുന്നത് അല്ലെ? കോഴിക്കോട് അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് എന്നെ കാണാൻ വന്നത്. അന്ന് വന്നപ്പോഴും ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം കൂടെയാണ്. ഞാൻ അവരുടെ കാല് പിടിച്ച് ഞാൻ അപ്പോളജൈസ് ചെയ്തതാണ് അവരുടെ അടുത്ത്. പിന്നെ എന്തിനാ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അവൻ ചോദിച്ചു എന്നുള്ളത്. അവൻ അപ്പോളജൈസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവൻ ഇതുവരെ അവരാരെയും റീച്ച് ഔട്ട് ചെയ്തിട്ടും ഇല്ല, അപ്പോളജൈസ് ചെയ്തില്ല. അവന്റെ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പോസ്റ്റ് ഇട്ടതാണെന്നുള്ള രീതിയിൽ അവന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
അതെ, ഫേസ്ബുക്കിലായിരുന്നു. ഫേസ്ബുക്ക് വാഷ് എന്ന് പറഞ്ഞൊരു പേജിലായിരുന്നു. വിമൻ അഗൈൻസ്റ്റ് സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് പറഞ്ഞൊരു അലിഗേഷൻ വന്നു. അപ്പോൾ അപ്പോളജി പോസ്റ്റ് ചെയ്ത് എവിടെയാണ്? അപ്പോളജി പോസ്റ്റ് ചെയ്തത് അവൻ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. താങ്കൾക്ക് അത്രയധികം ഈ പരാതി പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് കുറിച്ചാണ്? ഇതുപോലെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറച്ചേരം സംസാരിക്കാൻ തുടങ്ങി. ഒരു അറ്റ് എ പോയിന്റ് അവൻ എന്നോട് ചോദിച്ചു, ഞാൻ കിസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൺസെന്റ് കൊടുത്തു അതിന്. ഞാൻ അത് കൊടുത്തതിന് ശേഷം അവൻ പിന്നീട് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയത് ഒരു സെക്ഷൽ രീതിയിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പൊ ചെയ്യാൻ താല്പര്യമില്ല, പിന്നീട് എപ്പോഴും ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു നിന്റെ ശരീരം വെളിച്ചത്ത് കാണാൻ കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ നീ അങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ പറയുന്നെന്നുള്ളത് പറഞ്ഞിട്ടത്. അപ്പൊ എനിക്കത് കുറച്ച് ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നി, അങ്ങനെ ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. However, he still continued to do the same thing. നിർബന്ധിച്ചാണ് ചെയ്തത്. ആ സമയത്ത് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവൻ എന്നെ കാണാൻ വരുന്നുണ്ടായിരുന്നു. ഒരു തവണ കോഴിക്കോട് എന്നെ കാണാൻ വന്ന സമയത്ത്, അത് മാർച്ച് 30, 2022 കോഴിക്കോട് അപ്പാർട്ട്മെന്റിൽ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. അന്ന് ആ സമയത്ത് അവൻ ഡ്രഗ്സ് എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പിൽസും പിന്നെ കാനാബിസിന്റെ ഒരു കോമ്പിനേഷൻ പോലെ എടുത്തതായിരുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് അവൻ വന്നു ഞങ്ങള് സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂവലായിട്ടായിരുന്നു ആ സെക്ഷൽ ആക്ട് ചെയ്തത്. അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞത് വെറും ബ്ലഡ് അല്ലേ, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡിസ്മിസ് ചെയ്തത് ആ കാര്യം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ കൊച്ചിയിൽ അപ്പാർട്ട്മെന്റിൽ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവൻ എന്നെ കല്യാണം കഴിക്കും എന്നാണ്. ബിക്കോസ് എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നെ ഫോൺ വിളിക്കുന്നോ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവന് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ. ഒരു തവണ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് 2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടില് ഒരേ വീട്ടിലേക്ക് മാറാം, കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ കൂടെയും കുറച്ച് ദിവസം നിന്റെ കൂടെയൊക്കെ താമസിക്കാം, അങ്ങനത്തെ ഒക്കെ പ്ലാൻ വെക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ. എന്നെ ആദ്യം കണ്ടപ്പോഴും ഇത് തന്നെയാ പറഞ്ഞത്. ഈ സമയത്തൊക്കെ ഇവൻ കുറെ ഡെറഗേറ്ററി കമന്റ്സ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകൾക്കെതിരെ. ഭയങ്കരമായിട്ട് അവർ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് എന്റെ മുന്നിലും അവന്റെ ഫ്രണ്ട്സ് സർക്കിളിന്റെ മുന്നിലും സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു ഫെമിനിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം വേടന് അനുകൂലമായിട്ട് വന്നത്. ആ ഫെമിനിസ്റ്റിന്റെ പേരാണ് സാറാ ജോസഫ് സഗാത്തി. ആ സഗാത്തി പറഞ്ഞതെന്നറിയാമോ? വേടൻ മാപ്പ് അപേക്ഷിച്ച് തന്റെ യാത്ര തുടരാം. അതായത് മാപ്പ് ചോദിക്കുന്നതോടുകൂടി തന്നെ കൃത്യമായിട്ടും എല്ലാ കേസും തീർത്തു കൊടുക്കും ഞമ്മന്റെ പിണറായി തമ്പുരാൻ അടക്കമുള്ള ആളുകൾ എന്ന രീതിയിൽ സാറാ ജോസഫ് ടീച്ചറെ പോലെയുള്ള ആ സാറാ ജോസഫ് പറഞ്ഞ സംസാരമാണ്. ഇത്തരത്തിലുള്ള ഈ പറയുന്ന പുരോഗമന ചിന്താഗതി സ്ത്രീകളുണ്ടല്ലോ, അവരോട് വേടന്റെ ആ ഒരു സമീപനം എങ്ങനെയാണ് എന്നാണ് യുവതി പറയുന്നത്. അവരോട് പുച്ഛമായിരുന്നു, വൃത്തികെട്ട സ്ത്രീകൾ എന്ന രീതിയിലായിരുന്നു എന്നാണ് ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ. ബാക്കി അതായത് ഇപ്പം ഇവനൊരു മീറ്റു അലിഗേഷൻ വന്നതുകൊണ്ട് ഇവൻ എല്ലാ സ്ത്രീകളോടും ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. അതിലെ ഫസ്റ്റ് ഡെറിഗേറ്ററി കമന്റ് എന്ന് പറയുന്നത് അവന്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആണ്. ആ കുട്ടി ഇവനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊച്ചാണ്. ആ കുട്ടീനെ ഫാറ്റ് ബിച്ച് എന്നല്ലാതെ ഒന്നും വിളിക്കാറില്ല. പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ആർട്ടിസ്റ്റിനെ കാര്യം അറിയിച്ചിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റ് സിംഗറാണ്. ആ ആർട്ടിസ്റ്റിനെയും റിഹാനേനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അവൻ പറയാണ് റിഹാനയുടെ ആർട്ട് കൊള്ളത്തില്ല, ഈ ആർട്ടിസ്റ്റിന്റെ ഭയങ്കര നല്ല ആർട്ടാണ്. പക്ഷെ അതേസമയം ഈ ആർട്ടിസ്റ്റിന്റെ വെട്ടാനിന്ന് ഭയങ്കര പൊട്ട സ്മെല്ലായിരിക്കും വരുന്നത്. പക്ഷെ റിഹാനയുടെ വെട്ടാൻ നല്ല സ്മെല്ല് വരും. സോ മെലിഞ്ഞിട്ടാണ്, മറ്റവർക്ക് നല്ല വണ്ണമുണ്ട്. അതുകൊണ്ട് അതായത് മ്യൂട്ട് ശബ്ദമിട്ട് നമുക്ക് മ്യൂട്ട് ശബ്ദം ഇടേണ്ട ആവശ്യമില്ല. വജൈന എന്നാണ് അവരൊരു വാക്ക് പറയുന്നത്. വജൈന എന്ന് പറയുന്നത് സ്ത്രീയുടെ ആ ഒരു ലൈംഗിക അവയവം തന്നെയാണ്. ആ അവയവത്തിന് തടിച്ച സ്ത്രീകളിൽ നിന്ന് വരുന്നത് പൊട്ട സ്മെല്ല, വൃത്തികെട്ട സ്മെല്ലാണ്. സ്കെൽറ്റ് ആയിട്ടുള്ള മെലിഞ്ഞ സ്ത്രീകളിൽ നിന്ന് നല്ല സ്മെല്ലാണ് വരുന്നത്. അതായത് എന്തിനേയും ഏതിനേയും ഈ കൃഷി ഈ രീതിയിൽ തന്നെ കാണുക. അതായത് സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ടോയ്, ഒരു കളിപ്പാവയാണ് സ്ത്രീ. ആ സ്ത്രീയെ ഇങ്ങനെ പച്ചിക്കുക. അതുകൊണ്ട് തന്നെ ഇവനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരുപാട് വകുപ്പുകളാണ്. അതായത് ഇവരുടെ മൊഴികളിൽ ഏതൊക്കെ തരത്തിലുള്ള വകുപ്പുകൾ ഉണ്ട് എന്നുള്ളത് നിയമത്തിന്റെ വശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ വാക്കുകൾ ചെറിയ വാക്കുകളൊന്നുമല്ല, ഇതിലൊക്കെ വകുപ്പുകൾ ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ വേടൻ എന്ന് പറയുന്ന സഖാക്കന്മാരുടെ
കൺകണ്ട ദൈവം. തങ്ങളുടെ വീട്ടിലെ പെൺമക്കളെയൊക്കെ മറന്നുകൊണ്ട് അവൻ ആരാധിക്കുന്ന സഖാക്കന്മാരുണ്ട്. ഈ ജിഹാദി വർഗമുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഇവരുടെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളുടെയും സഹോദരിമാരുടെയും അമ്മയുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇവനെ പോലെയുള്ള ഒരു ബലാത്സംഗ വീരനെ ഈ വീട്ടിലേക്ക് കടത്തി പൊറുപ്പിക്കാൻ പോലും ആഗ്രഹിക്കുന്ന ആരാധക വൃന്ദങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് കേൾക്കാം നമുക്ക്. പിന്നെ എസ്പെഷ്യലി ഫാറ്റ് വിമനെ കുറിച്ച് ഭയങ്കര ലൈക്ക് അവര് കാല് റിട്രാക്ട് ചെയ്യണമെങ്കിൽ റിട്രാക്ടർ തന്നെ ഉപയോഗിക്കണം, എന്നാലേ ഒരു ഫാറ്റ് വുമനായിട്ട് സെക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫാറ്റ് പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് ചെയ്യുന്നത് തന്നെ അവൻ ആലോചിക്കാൻ കൂടെ കഴിയാം. അതായത് തടിച്ച സ്ത്രീകളുടെ ആ കാലുകൾ തമ്മിൽ അകത്താൻ ബുദ്ധിമുട്ടാണ്. അവരുമായിട്ട് സെക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ കാലകത്തി വെക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വല്ല JCB വിളിക്കണം എന്ന രീതിയിലാണ് ഇവൻ പറയുന്നത്. എത്രത്തോളമാണ് സ്ത്രീ വിരുദ്ധത എന്ന് ആലോചിച്ച് നോക്കും. ആ സ്ത്രീ വിരുദ്ധൻ ബലാത്സംഗ വീരനെയാണ് ഈ നാട്ടിൽ കേരളത്തിലെ പ്രബുദ്ധ സ്ത്രീകൾ ഇങ്ങനെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്നത്. ബാക്കിയുടെ കേൾക്കാം. പ്രബുദ്ധ മലയാളി കേൾക്ക്. പോലും കഴിയാത്ത അറപ്പാണ് അവന്. തടിച്ച സ്ത്രീകളോട് ഉള്ള ഇഷ്ടക്കേടാണ് ബോഡി ഷേമിംഗ് രൂപത്തിൽ വരുന്നത്. അപ്പൊ ഒബീസിറ്റി സക്സ്, ഐ എം ഫാറ്റ് ഫോബിക് എന്നൊക്കെ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ ബോഡി നോക്കിയും പലതവണ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ടിരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ മെന്റലി ഇൽ പേഷ്യൻസ് ആണ്. അവര് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾ വരുത്തി തീർക്കുന്നതെന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ഒരു ഡിസ്പാരിറ്റി എന്താന്ന് വെച്ചാൽ, അവൻ കുറച്ച് നാൾ മുന്നേ വൺ അണ്ടർ ദ സൺ എന്ന് പറഞ്ഞൊരു പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അവന്റെ ഫ്രണ്ട്സ് ആയിട്ട്. അപ്പൊ അതിൽ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് താമസിക്കുന്ന സ്ഥലം, അവര് അണ്ടർഗോ ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള അതിന്റെ വിഷ്വൽസും അതിന്റെ വേർഡ്സും ഒക്കെ ആ പാട്ടിലുണ്ട്. അപ്പോ ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ഡിസ്പാരിറ്റി വന്നപ്പോഴാണ് പിന്നെ ഞാൻ ആലോചിച്ചത്, ഇവൻ പറയുന്ന പോലെ കള്ളമാണല്ലോ എന്നുള്ളത്. അതായത് മാർജിനലൈസ്ഡ് ആൾക്കാർക്ക് വേണ്ടി ഇറക്കിയ പാട്ടാണത്. ആൾക്കാർ സുഖമില്ലാത്തവരാണെന്നാണ്. സുഖമില്ലാത്തവരാണ്. അതെ. എന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷനിലും അല്ലാതെ അവന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഇത് തന്നെയാണ് സംസാരിച്ചിരുന്നത്. ഭയങ്കര പൊളിറ്റിക്കൽ അജണ്ടയാണെന്നോ പ്രൊപ്പഗാൻഡയാണെന്നൊക്കെയാണ് പറയുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ പേര്. പിന്നെ അതുപോലെ ഭയങ്കര ആൻഡ്രൂ ടേറ്റ് സപ്പോർട്ടറാണ്. ഡെയിലി ഒരു 10 വീഡിയോസ് എങ്കിലും അതിരുന്ന് കാണുമായിരുന്നു. അയാൾ പറയുന്ന എല്ലാം നമുക്കറിയാം. ആൻഡ്രൂ ടേറ്റ് ഒരു സെക്സ് ഒഫൻഡർ ആണ്. ഈ വേൾഡ് നോൺ മിസോജിനിസ്റ്റ് ആണ്. അപ്പൊ ഇയാള് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ ആൻഡ്രൂ ടേറ്റ് പറഞ്ഞിട്ടുള്ളത്, ഇഫ് എ വുമൺ ഇസ് എ വിക്ടിം ഓഫ് റേപ്പ് ദെൻ she should bear the consequences, she should bear the responsibility of the ഇതെന്നാണ് പറയുന്നത്. അതായത് ഫീമെയിൽസ് റെസ്പോൺസിബിലിറ്റി എടുക്കണം. അവരെ ആരെങ്കിലും റേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകുന്നത് കൊണ്ടാണ്, അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുന്നതുകൊണ്ടാണ് അവർ റേപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഇവൻ പറയുന്നത്. അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഒരു യാട്ടിലൊരു പെണ്ണിന് കയറണമെങ്കിൽ ഒരു ബിക്കിനി ഇട്ടാൽ മതി, പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ആണുങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. മീൻസ് ബേസിക്കലി സ്ത്രീകൾ തുണി അയച്ചിട്ട് കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ യു മസ്റ്റ് മേക്ക് ഡാഡി എ സാൻഡ്വിച്ച് എന്നുള്ളത് ഒരു ദിവസം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട് എന്താ ഇങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത്. അപ്പൊ ബേസിക്കലി വിമന്റെ സ്ഥാനം കിച്ചണിലാണെന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞു വരുന്നത്. അതായിരുന്നു ജമൈക്കയിൽ നിന്ന് കുറെ പെണ്ണുങ്ങളെ വിളിച്ചു വരുത്താൻ അവൻ കുറെ കാശ് ഉണ്ടാക്കുമ്പോ ഇപ്പൊ പറയുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷെ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാശിട്ടാണെങ്കിൽ ഞാൻ ജമൈക്കയിൽ നിന്ന് കുറെ പെൺപിള്ളേരെ ഇറക്കുമതി ചെയ്യും, എന്നിട്ട് അവരെ പിടിച്ചു നടക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ കഴിഞ്ഞ തവണ വന്ന മീറ്റൂല് ഞാൻ വായിച്ചൊരു കാര്യമായിരുന്നു, അവൻ ആരെ കണ്ടാലും ആദ്യം തന്നെ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കും എന്നുള്ളത്. അതുപോലത്തെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ നടന്നു. October 6, 2022 സംഭവം നടന്നത്. എന്റെ ഒരു ഫ്രണ്ടും വേടന്റെ ഫ്രണ്ട്സും കൂടെ എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് ഡേ വേടനും ഈ കുട്ടിയും തമ്മില് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു പരിചയപ്പെട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇവ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷൻ മാത്രമേ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം. എന്നിട്ട് പക്ഷെ ഇവനെ പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഇവൻ കുറെ നേരമായിട്ട് ഈ കുട്ടീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടിനെ. പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്സിലേക്ക് നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു.
ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ പറഞ്ഞ എനിക്ക് സെക്ഷലി താല്പര്യമുണ്ട്, അവളെ വിളിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോ ഞെട്ടിപ്പോയി. വിളിച്ചോണ്ട് വരണം എന്ന് എന്റെ അടുത്ത് ഡിമാൻഡ് ചെയ്തു. അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ ചെയ്തില്ലെങ്കിൽ ഞാൻ പോയി ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവൻ വാതിൽ തുറന്നിട്ട് പോകാൻ പോയി. അവളുടെ റൂം തുറക്കാൻ പോയതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു വരുത്തി. അവൻ പറഞ്ഞത് നാളെ ഞാൻ പോയി ചോദിച്ചോളാം. അപ്പൊ എനിക്കിത് റിലേറ്റബിൾ ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് മീറ്റു വന്നപ്പോ ഇതുപോലത്തെ ഒരു കംപ്ലൈന്റ് വേറൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ സെക്സ് ചോദിക്കും എന്നുള്ളത്. മുമ്പേയും അയാളുടെ കുറെ കമന്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സ്ത്രീകളെ കുറിച്ചാണ് ഒരു സ്ത്രീയോടാണ് ഇത് പറയുന്നത് എന്നൊരു ചിന്തയില്ലാതെ, അതോ ഈ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് അത് ഈ ഡ്രഗ്സോ കഴിച്ച ശേഷമാണ് ഇങ്ങനത്തെ സംസാരങ്ങൾ വരുന്നത്? അതോ അല്ല, സോബറായിട്ട് ഇരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരം. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പൊതുവെ സ്ത്രീകളോട് ഒരു ഹേറ്റ്രഡ് പോലെ ഉണ്ടാവും. കാരണം മീറ്റു അലിഗേഷൻ വന്നതിന് ശേഷം അവര് പൊതുവെ എല്ലാ സ്ത്രീകളോടും ഹേറ്റ്രഡ് ഉണ്ടാവും. അതിന്റെ പുറത്തായിരിക്കും ഇത് പറയുന്നത് വിചാരിച്ചത്. അതൊരു ട്രോമ റെസ്പോൺസ് എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. തിരുത്താൻ ശ്രമിച്ചു എന്ന് നേരത്തെ പറഞ്ഞു. ഇത്തരം സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴൊക്കെ അതിനെ കുറിച്ച് ഞാൻ ആർഗ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ച് വീണ്ടും ഷൗട്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നുള്ളൂ. അല്ലാണ്ട് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ജസ്റ്റിഫൈ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നില്ല. അതാണ് ഒരിക്കലും അപ്പോളജൈസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഭയങ്കര സെക്സി കാലാണ്, ഭയങ്കര സെക്സി ജോലൈനാണെന്നൊക്കെ പറഞ്ഞ് കുറെ പുകഴ്ത്തും. ഫുൾ അങ്ങനെയാണ് ഒരാളെ പുകഴ്ത്തുന്നത് നേരിട്ട് ഫസ്റ്റ് ടൈം കാണുമ്പോൾ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സെക്ഷൽ ടോണിലാണ് മകൾ ചോദിക്കുന്നതും പറയുന്നത്. സ്ത്രീകളെ മൊത്തത്തിൽ കാണുന്നത് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടോ? ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം ഒരു കളിപ്പാട്ടം പോലെ കാണുന്നു, യൂസിങ് ആൻഡ് ത്രോയിങ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നു തുടങ്ങി. ഇതുപോലെ തന്നെ അവന്റെ സ്വന്തം അനിയത്തെ കുറിച്ച് പറഞ്ഞിരുന്നു വേറൊരു കാര്യം. എന്റെ അനിയത്തിക്ക് ബ്രസ്റ്റ് അല്ല ഉള്ളത്, എന്റെ അനിയത്തിക്ക് ചെസ്റ്റ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. അതെന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അവന്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടെ ഇരുന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. അത് ഫീമെയിൽ ബ്രസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്ത് പറഞ്ഞതാണോ, അതോ മെയിൽ ചെസ്റ്റ് കുറെ കൂടെ ബെറ്റർ ആണെന്നുള്ള രീതിയിലാണോ, അതോ മെയിൽസ് ആർ ബെറ്റർ ദാൻ ഫീമെയിൽസ് അങ്ങനത്തെ ഒരു രീതിയിലാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഒരു ഫെമിനിസ്റ്റിനെക്കാട്ടില് ഒരു കുലസ്ത്രീനെ കല്യാണം കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതെന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടിരുന്നത് എല്ലാം ഇവന് സ്ത്രീകളോട് പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീറ്റു അലിഗേഷൻ വന്നതുകൊണ്ട് അതിന്റെ ട്രോമയുടെ റെസ്പോൺസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല എന്ന് തോന്നാൻ കാരണം അതൊരു കംപ്ലീറ്റ് ഫേക്ക് ആണ് എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? കംപ്ലീറ്റ് ഫേക്ക് ആണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ ഈ പല സ്റ്റേജിലെ പെർഫോമൻസിൽ പറയുന്ന ചില വാചകങ്ങളും എഴുതി പാടുന്ന പാട്ടിലെ ഐഡിയാസും ഒന്നും നിങ്ങളോട് സംസാരിച്ച ഇതിലെ കണ്ടന്റുമായിട്ട് മാച്ച് ആവുന്നതല്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വേറൊരു കാര്യം, അമ്മനെ കുറിച്ച് പറഞ്ഞതൊക്കെ കേരളീയ മാഗസീനിൽ ഞാൻ വായിച്ചൊരു കാര്യം, അവന്റെ അമ്മനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഇങ്ങനെ പറയും ഫ്രണ്ട്സിന്റെ മുന്നിലും പാർട്ട്നേഴ്സിന്റെ മുന്നിലും ഒക്കെ. അപ്പോ എന്റെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു, അവന് തീരെ താല്പര്യം ഉണ്ടായിരുന്നു അമ്മയുടെ കാര്യം പറയുമ്പോൾ. ഒട്ടും നല്ല റെസ്പോൺസ് അല്ലായിരുന്നു എനിക്ക് ഉണ്ടാവുന്നത് അവന്റെ സൈഡിൽ നിന്ന്. പിന്നെ പക്ഷെ അമ്മയെ കുറിച്ച് വലിയ കാര്യമായിട്ടാണ് ഈ പറയുന്നത്. അതുപോലെ അമ്മയുടെ ചിത്രവും മെസ്സേജും കണ്ട ഒരു സ്ത്രീയോടുള്ള അത് വലിയ കാര്യമായിട്ടാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. നിങ്ങളുടെ അനുഭവത്തിൽ നേരെ എതിരാണ്. അത് അവൻ പറയുന്നത് എന്ന് വെച്ചാൽ അവന് ചെറുപ്പത്തിലെ അമ്മ ഇട്ടേച്ചു പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എനിക്ക് ഇപ്പൊ സത്യമാണോ പറയുന്നത് ബിക്കോസ് ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അതുകൊണ്ട് എന്താ വിശ്വസിക്കേണ്ടെന്നുള്ളത് അറ്റ് ദിസ് പോയിന്റ് അറിയത്തില്ല. അമ്മയുടെ വിരോധമാണ്, ഇഷ്ടമല്ല എന്നുള്ളത് വ്യക്തമാണ്. അമ്മയെ കുറിച്ചൊക്കെ പറയാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ? കോവിഡ് ടൈം ആ ഒരു 2021 പകുതി ഒക്ടോബർ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു. ഇവന്റെ അമ്മ സിക്കായിട്ട് അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. അപ്പോ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരുന്നുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പോ അതിനുശേഷം പിന്നെ അമ്മ മരിച്ചുപോയി.
അപ്പൊ ആ സമയത്ത് ഇവൻ ഇമോഷണലി കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷെ എന്നാലും അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ എപ്പോ ചോദിച്ചാലും പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ആ തള്ള എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സർവൈവേഴ്സിന്റെ ചിലരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ ഇത് വേറെ രൂപത്തിൽ കേട്ടിരുന്നു. അമ്മയെ ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചവരോടൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ട് പെരുമാറി, ആ സെക്ഷൽ ആക്ടിൽ തന്നെയും അതിനുള്ള പക പോക്കുന്നത് പോലെ പെരുമാറി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൊതുവെ ആൾക്കാർ ഇരിക്കുമ്പോ, എല്ലാരും ഇരിക്കുമ്പോ പറയുന്നതൊക്കെ മുഴുവൻ ഇങ്ങനെയാണ്. അമ്മ കോൾകളായിരുന്നു, അങ്ങനെ കുറെ ഡീഗ്രേഡിങ് കോമന്റ്സ് ഒക്കെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു. അമ്മയാണ് അച്ഛനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, അച്ഛനെ തല്ലിക്കൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അയാളുടെ കേസിലെ ലേഡീസിനെ കുറിച്ച് പറയുന്നത് പോലെ ഒരു വേർഷനാണ് അതിലും വരുന്നത്. അതെ, അമ്മ കുറ്റക്കാരിയായിട്ട്. അതായത് സ്ത്രീകളെക്കാണ് കുറ്റക്കാരെന്നുള്ള അയാളുടെ പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്. അതെ. പിന്നെ ഇതുപോലെ എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാല് കുറെ കാശ് എന്റെ കയ്യിൽ വാങ്ങിക്കുമായിരുന്നു. അറൌണ്ട് 31,570 അത്രയും റുപ്പീസ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. ഇതുവരെ റിട്ടേൺ ചെയ്തതുമില്ല. ഗൂഗിൾ പേ ആയിരുന്നു. പിന്നെ ഒരെണ്ണം ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരുന്നു. അതായത് അതിന്റെ എവിഡൻസും സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എന്റെ അതെ അതെ. അപ്പോ ഇതുപോലെ തന്നെ ആക്ച്വലി നവംബർ 2021 ഒരു പുതിയതായിട്ടൊരു മ്യൂസിക് വീഡിയോ ഇറക്കുന്നുണ്ടായിരുന്നു. പേര് ബുദ്ധനായിപ്പുറ എന്നായിരുന്നു. അപ്പോ അതിന് ഞാൻ കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോദിച്ചു വാങ്ങിച്ചതാണ്. അറൌണ്ട് 15,000 റുപ്പീസ്. അതൊന്ന് ഈ മ്യൂസിക് വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവരുടെ സ്റ്റേക്ക് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ചെന്നൈ പോയിട്ട് അവിടെ വെച്ച് അവന്റെ അനിയത്തിക്ക് എന്തോ കോഴ്സിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു 5,000 റുപ്പീസ് എക്സ്ട്രാ വാങ്ങിച്ചു. അതുപോലെ തന്നെ എപ്പോ കൊച്ചിയിൽ വന്നാലും അല്ലെങ്കിൽ കോഴിക്കോട് വന്നാലും എന്റെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മദ്യം വാങ്ങിക്കലും ഒക്കെ ആയിരുന്നു. ഓരോ ബാറിലൊക്കെ പോയിട്ട് കാർഡ് കൊടുത്തു വിടുമായിരുന്നു. ഞങ്ങൾ ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം പോയി എന്നുള്ളത്. പിന്നെ ഇതേപോലെ അവസാനം ടുവേർഡ്സ് എൻഡ് ഓഫ് ദ റിലേഷൻഷിപ്പ് ഞാൻ അവനൊരു ഐഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. 55,000 റുപ്പീസിന്റെ ഒരു ഐഫോൺ ആയിരുന്നു അത്. അത് കൊടുത്തതും അവനെനിക്ക് EMI തരാന്നാണ് പറഞ്ഞത്, ട്രാൻസാക്ഷൻസ് ആയിട്ട് തരാന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എപ്പോഴും അവന്റെ കാല് പിടിക്കുമായിരുന്നു. കാല് പിടിച്ച് പറയുമായിരുന്നു എപ്പോഴും എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞ എല്ലാ മാസവും അവന്റെ ഫ്രണ്ട് വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അവസാനമൊക്കെ ആയപ്പോ എന്റെ ഫോൺ എടുക്കാതെയായി. അപ്പൊ അവന്റെ ഫ്രണ്ട് വഴിയാണ് പിന്നെ എനിക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ. അതിന്റെ ട്രാൻസാക്ഷൻസും ഉണ്ട്. ഇതുകൂടാണ്ട് ഡ്യൂറിങ് ദ റിലേഷൻഷിപ്പ് എപ്പോഴൊക്കെ അവൻ ആവശ്യപ്പെട്ടോ അവന് ഇയർഫോൺസ്, കൂളർ, കിൻഡില്, അങ്ങനത്തെ ഷർട്ട്സ്, പല പല കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട് അതില്. എപ്പോ വന്നാലും അല്ലെങ്കിൽ എപ്പോ ഫോൺ വിളിച്ചാലും അവൻ മാരേജ് ചെയ്യണം എന്നുള്ള ഒരു അഫർമേഷൻ എനിക്ക് തരുമായിരുന്നു. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴാണ് പുള്ളി എന്റെ ഫോണൊന്നും എടുക്കാതെയായി. അങ്ങനെ ഒരു ദിവസം ജൂലൈ 15, 2023 അന്നൊരു കോൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു ലേ മെറിഡിയനില്, കൊച്ചിയില് വെച്ചിട്ട്. അപ്പൊ അത് നടക്കുന്നതിന്റെ തലേദിവസം എന്നോട് പറഞ്ഞത്, നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കും, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഫുൾ വെയിറ്റ് ചെയ്ത് അവൻ വന്നില്ല. നെക്സ്റ്റ് ഡേ പരിപാടി കഴിഞ്ഞിട്ട് വരാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോഴും വന്നില്ല. അങ്ങനെ അവന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു, അവിടെ ഉണ്ടോ, ആളവിടെ ഉണ്ടോ, എന്റെ അടുത്ത് വരാന്നാ പറഞ്ഞെന്നുള്ള രീതിയിൽ. അങ്ങനെ അവന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു ചോദിച്ചു. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് ഡേ എന്നെ വന്ന് കുറെ ചീത്ത പറഞ്ഞു. നീ എന്നെ പഴച്ചവനാക്കുവാണ്, നീ ഭയങ്കര ടോക്സിക് ആണ്, നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകളെ അടുത്ത് സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത്. അതായിരുന്നു പരാതി. അതായത് ഞാൻ ടോക്സിക് ആവുന്നത് ഞാൻ അവനെ വേറെ സ്ത്രീകളെ ഒന്നും നോക്കാൻ സമ്മതിക്കുന്നില്ല, സെക്സ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ പോലും അവൻ താല്പര്യം കാണിക്കുന്ന പോലെ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റും അല്ലാതെ വേറെ ഇൻസിഡൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന് എന്നെ കല്യാണം കഴിക്കാനായിട്ട് ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു പ്രോമിസ് തന്നിട്ടാണ് എന്റെ ഒരു കൺസെന്റ് വാങ്ങിച്ചത് ഫോർ സെക്ഷൽ ഇന്റർകോഴ്സ്. അതുപോലെ സർവൈവേഴ്സിനെ കുറിച്ച് ഫുൾ കള്ളത്തരാണ് എന്നോട് പറഞ്ഞത്. ആലിഗേഷൻസ് ഒക്കെ ഫേക്ക് ആയിരുന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഇപ്പൊ അവൻ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ അവനെ റേപ്പ് ചെയ്തു, ഞാൻ അവനെ കെട്ടിയിട്ട് എന്തോ ചെയ്തു, സ്ട്രാപ്പ് ഓൺ ഒക്കെ ഉപയോഗിച്ച് എന്തോ ചെയ്തു എന്നൊക്കെയാണ് അവന്റെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്.
മറ്റേതിനെ കുറിച്ച് പോലെ തന്നെ എക്സാക്ട്ലി സിമിലർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നാല് സൊസൈറ്റിനെ വിശ്വസിക്കത്തില്ല, സൊസൈറ്റി സക്ഷയം ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറെ നാളെ മിണ്ടാതിരുന്നത്. പിന്നെ കേരളത്തിലെ പോസ്റ്റ് കണ്ടപ്പോഴാണ് കുറച്ചും കൂടെ ധൈര്യം വന്നത്. കേരളത്തിലെ പോസ്റ്റ് എന്ന് പറഞ്ഞത് ആ മാഗസിൻ വന്ന മറ്റൊരു സർവൈവറുടെ എക്സ്പീരിയൻസ് സിമിലർ ആണെന്ന് തോന്നി. ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അവരോടൊക്കെ സംസാരിച്ചു, സത്യങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കി. എന്നിട്ട് അങ്ങനെയാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. നിങ്ങളുടെ അവരുടെ എക്സ്പീരിയൻസ് സിമിലർ ആണ്. സർവൈവേഴ്സ് പലരെ കോൺടാക്ട് ചെയ്യുന്നു. അതിൽ ഈ വന്ന ഇന്റർവ്യൂ വന്നൊരു പ്രിന്റ് ചെയ്ത് വന്നൊരു മാഗസിന്റെ കണ്ട ശേഷം സർവൈവേഴ്സിനെ പലരെ കോൺടാക്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ചുരുക്കം പറയാമോ? കാരണം അവർ തുറന്നു പറയാനോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഇതുപോലെ കംപ്ലൈന്റ് കൊടുക്കാനോ തയ്യാറായിട്ടില്ല. ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്തൊക്കെയായിരുന്നു അവൻ പറഞ്ഞ കാര്യങ്ങൾ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവരുടെ എക്സ്പീരിയൻസസ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു സർവൈവറിനെ കുറിച്ച് പറഞ്ഞത്, അവൻ ആ കുട്ടി അവനെ കെട്ടിയിട്ട് ചെയ്യുമായിരുന്നു, സ്ട്രാപ്പ് ഓൺ ഉപയോഗിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ സർവൈവർ നമ്പർ 2 കുറിച്ച് പറഞ്ഞത്, ആ കുട്ടി ഇവന് ഓറൽ സെക്സ് ചെയ്തോണ്ടിരുന്ന സമയത്താണ് അത്ര ഇവൻ സ്ക്വേർട്ട് ചെയ്ത് തരട്ടെ എന്നുള്ള ചോദ്യം ചോദിച്ചെന്ന്. ഇവൻ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ആ കുട്ടിയായിട്ട് കൺഫേം ചെയ്തപ്പോ പറഞ്ഞത് ഇങ്ങനെയൊന്നും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ ഫോഴ്സ്ഫുള്ളി അവളെ കിസ് ചെയ്യുമായിരുന്നു, എന്നിട്ട് സ്ക്വേർട്ട് ചെയ്ത് തരട്ടെ എന്നുള്ളത് ചോദ്യം ചോദിക്കുമായിരുന്നു എന്നാണ്. 3ാമത് സർവൈവറിനെ കുറിച്ച് പറഞ്ഞത്, ഇവര് സെക്ഷൽ ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അവൻ ഫോഴ്സ് ചെയ്ത് ചെയ്യുമായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവള് ബ്ലീഡ് ചെയ്തു, എന്നിട്ട് അവനത് മൈൻഡ് ആക്കുന്നില്ല. പക്ഷെ ഇവൻ എന്നോട് പറഞ്ഞെന്ന് വെച്ചാല് ഇവള് ഓറൽ സെക്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ അവിടെ ബ്ലീഡ് ചെയ്തു. പക്ഷെ അതൊരു ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിനെന്തായാലും സർജറി ഒക്കെ ആവശ്യം വരും. പിന്നെ പിന്നീട് ആൾക്ക് സെക്ഷൽ ആക്ട് പോലും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറെ കള്ളങ്ങളാണ് പറഞ്ഞത്. തോന്നി. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായിട്ട് ഒരു വലിയ അലിഗേഷൻ വന്നിട്ടുണ്ടല്ലോ. അതിപ്പം നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോഴും അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ഡ്രഗ്സ് എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നോ അപ്പോഴൊക്കെ ഡ്രഗ്സ് കൊണ്ട് വരുമായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും കനാബിസ് യൂസ് ഉണ്ടായിരുന്നു. 3 നേരം ഭക്ഷണം കഴിക്കുന്നവരെ. പിന്നെ ഒരു തവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഇതുപോലെ സെക്ഷൽ അഡ്വാൻസസ് നടത്തിയത്. സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് അയാള് ഫാൻസിനോടൊക്കെ എപ്പോഴും പറയാറുള്ളത്. പെർഫോമൻസിനിടയിൽ വല്ലാതെ പറയാറുള്ളത്. അത് അയാൾ യൂസ് ചെയ്ത് പറഞ്ഞതാണോ കണ്ടതാണോ? പറഞ്ഞതാണ്. അയാൾ തന്നെ പറഞ്ഞത്. കോളനിയിൽ വളർന്നു വന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണ് പറയുന്നത് എന്നോട്. അവനൊരു ഡ്രഗ് പെഡ്ലർ ആയിരുന്നു, പല സെലിബ്രിറ്റീസിനെ എത്തിക്കുമായിരുന്നു ഡ്രഗ്സ് ഒക്കെ. ആ രീതിയിലാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ഗുണ്ടകളായിട്ട് ലൈക്ക് ഒരു കമ്പാനിയൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡ്രഗ് പെഡ്ലിങ്ങിന് പോവായിരുന്നു. അങ്ങനെ പോയിട്ടാണ് അവന്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ടുള്ള കാശൊക്കെ സംഘടിപ്പിച്ചതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രായം മുതൽ? ഐ തിങ്ക് ഒരു 14 വയസ്സ് തൊട്ട് അങ്ങനെ ഉണ്ട്. സ്വന്തം നാട്ടിലാണോ? സ്വന്തം നാട്ടിൽ നിന്നായിരുന്നു. ഒരു ഇനീഷ്യലി അവര് പാലക്കാട് എങ്ങാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തൃശ്ശൂരിലേക്ക് വന്നത്. ആയിരിക്കും തോന്നി. അപ്പോഴും സിന്തറ്റിക് ഡ്രഗ്സിന്റെ കാര്യങ്ങള് അതിനടിപ്പ് ഈ കേസ് ഉണ്ടായത് കഞ്ചാവിന്റെ കാര്യത്തിലാണ്. അത് അതിനഡിക്റ്റ് ആയിരുന്നു എന്ന് തന്നെ മനസ്സിലാവുന്നു അല്ലേ? കാരണം നിങ്ങളോട് ഈ ക്രൂരമായിട്ട് പെരുമാറുമ്പോഴൊക്കെ അതിന്റെ ഇൻഫ്ലുവൻസിലായിരുന്നു. ഇതിന് സൈക്യാട്രിക് കൺസൾട്ടേഷൻ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു, തിങ്കിങ് ദാറ്റ് അവന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ലൈക്ക് അവന് ഡിപ്രഷൻ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവനെ സഹായിക്കാൻ ചെന്നതാണ്. കുറെ സൈക്യാട്രിക് കൺസൾട്ടേഷൻസ് ഞാൻ തന്നെ ബുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. 300 rupees ഈച്ച് ഫോർ ഈ സെഷൻ. അതിന് ആ ഡോക്ടർ കുറെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സ്ലീപ്പിംഗ് പിൽസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ പക്ഷെ കടയിൽ പോയിട്ട് സ്ലീപ്പിംഗ് പിൽസ് മാത്രം എടുത്തിട്ട് അത് മാത്രം കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ലേറ്റർ ഓൺ ആണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോ അതുപോലെ മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് പിൽസും കനാബിസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്ത സമയത്ത് അവൻ എന്നെ ബ്ലീഡ് ചെയ്യിപ്പിച്ചത്.
ഭയങ്കര ക്രൂവലായിരുന്നു ആ സമയത്ത്. കാരണം അത് ഒരു നോർമൽ സ്റ്റേറ്റിലല്ലായിരുന്നു ആള്, സാധാരണ കാണുന്ന പോലെ അല്ലായിരുന്നു. 2021 ആദ്യം തൊട്ടാണ് നിങ്ങൾ കാണുന്നത് അല്ലെ? അപ്പൊ ആ കാണുന്ന സമയത്താണ് ഇതുപോലെ പോപ്പുലർ ആയിട്ടൊന്നുമില്ല. അന്ന് ഈ പേര് ഇങ്ങനെ വേടൻ എന്ന് തന്നെയാണോ, അതോ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന പേര് ഇങ്ങനെ അറിയപ്പെട്ടത്? അല്ല, വേടൻ തന്നെയായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് യൂസ് ടു ഹണ്ട്, യൂസ് ടു ഗോ ഫോർ ഹണ്ടിങ്. അതായത് തൃശ്ശൂരിലെ മിക്ക ഫോറസ്റ്റിലും പോയി ഹണ്ട് ചെയ്യുമായിരുന്നു പറഞ്ഞ. എന്റെ അടുത്ത് ന്യായീകരണമായിട്ട് പറഞ്ഞത് അവന്റെ പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് അവൻ ഹണ്ടിങ്ങിന് പോവായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി ഫോറസ്റ്റിൽ പോകുമായിരുന്നു. ഫോറസ്റ്റിൽ പോയി ഹണ്ട് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു, ആ രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അതൊരു ഹരമായിട്ട് ചെയ്യുന്നുള്ളത് പോലെ എനിക്ക് തോന്നി. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ ഒപ്പം ചെയ്യാനായിട്ട്. അത് അവൻ ന്യായീകരിച്ച് പറയുന്നത് വെച്ചാൽ അവന്റെ ട്രൈബ് അങ്ങനെ ചെയ്യുന്ന ഒരു ഇത്തരത്തിലുള്ള ഒരു ട്രൈബാണ്. അവന്റെ ഫോർ ഫാദേഴ്സും ആൻസസ്റ്റേഴ്സും അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ന്യായീകരണമാണ് എനിക്ക് തന്നത്. പലതവണ പറഞ്ഞിട്ടുള്ള പേര്. പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവന് വേടൻ എന്നുള്ളൊരു പേര് വന്നത്. അങ്ങനെ പറഞ്ഞു. വേറെ കുറെ വെപ്പൺസ് ഉണ്ട് അവന്റെ കയ്യില്. കണ്ടിട്ടുണ്ടോ? ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അവന്റെ ചേട്ടൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഫോട്ടോസ്. ചേട്ടൻ അയച്ചു? ചേട്ടനായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? ചേട്ടനായിട്ടും അനിയത്തിയായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു? കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോ ഐ തോട്ട് ഹി വാസ് ഗോയിങ് ടു മാരി മീ. അങ്ങനെയാണ് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അച്ഛനും ഈവൻ അമ്മയായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ. പിന്നെ ചേട്ടനും അനിയത്തിയായിട്ടും ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്യണം? അവര് ചേട്ടൻ എന്തോ സൂപ്പർ മാർക്കറ്റിൽ എന്തോ ലോഡിങ്ങിന് എന്തോ പരിപാടി ജോലി. പിന്നെ അനിയത്തി ഇസ് നോട്ട് വർക്കിംഗ്, ബട്ട് ഷീ ഈസ് ഡൂയിങ് സം കോഴ്സ്. ആ കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പേ ചെയ്തത് 5,000 rupees. ഇയാൾ ഇങ്ങനെ ഒഴിവാക്കി പോയ, നിങ്ങളുടെ റിലേഷൻ ഒഴിവാക്കി പോയ ശേഷം പിന്നീട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും? അവരോട് ഈ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പറയോ? അവരെ വഴി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചോ? പിന്നീട് അവരായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. ഫാമിലിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പലതവണ ഞാൻ വിളിക്കുമായിരുന്നു, എടുക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കൽ പോലും എന്നെ തിരിച്ച് വിളിച്ചിട്ടുമില്ല, ഫോൺ എടുത്തിട്ടുമില്ല. കംപ്ലീറ്റ്ലി എന്നെ ഇഗ്നോർ ചെയ്യുമായിരുന്നു 1.5 വർഷം. പിന്നെ ഞാൻ അങ്ങ് മടുത്തു. നോക്കൂ, ഇതിൽ പരം എന്ത് വെളിപ്പെടുത്തലാണ് വേണ്ടത്? കാരണം ഒരു ഡോക്ടർ, ഒരു യുവ ഡോക്ടറാണ് അവരെ പോലത്തെ ഒരു സ്ത്രീ, അതും ഒരു ദളിത്. ഇപ്പൊ ഇവനെതിരെ വേടൻ എന്ന് വിളിക്കുന്ന ഈ ബലാത്സംഗ വീരൻ, ഈ കഞ്ചാവടിയൻ, MDMA കാരൻ, ഈ ചങ്ങാതിക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ഇവന്റെ ആരാധകരും ഇവനും തന്നെ പറയുന്ന ഒരു പ്രതികരണം എന്താ വെച്ചാല്, ഞാൻ ദളിതനായതുകൊണ്ട് താഴെ തട്ടിലുള്ള അതല്ലെങ്കിൽ അധസ്ഥിത വർഗത്തിലുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന്. നോക്കൂ, ഇവൻ അബ്യൂസ് ചെയ്തിരിക്കുന്ന, ബലാത്സംഗം ചെയ്തിരിക്കുന്നത് ഒരു ദളിത് ഡോക്ടറെയാണ്, യുവ ഡോക്ടറെയാണ്. അപ്പോഴവിടെ ന്യായീകരണങ്ങൾ വരും. കടന്നു കൊടുത്തിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന വലിയ പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള സ്ത്രീരത്നങ്ങളും പുരുഷരത്നങ്ങളും അതല്ലെങ്കിൽ വിദ്യാർത്ഥിനി രത്നങ്ങളൊക്കെ വന്ന് കമന്റ് ഇടുമായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, കല്യാണം കഴിക്കാം, വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ മോഹിപ്പിച്ചുകൊണ്ട് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ബലാത്സംഗം ചെയ്യുക, അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്ത്രീകളെ വെറും കൃഷിയിടമായി കണ്ടുകൊണ്ട് തന്റെ ആ ഒരു ക്രൂരതകൾ നടപ്പിലാക്കാനുള്ള ടോയ്സ് ആയി കണ്ടുകൊണ്ട് പെരുമാറുന്ന, ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും പോരാത്ത രീതിയിലുള്ള കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഇവനെ പുറത്ത് കണ്ടാൽ എന്താ പറയാ, നമുക്കറിയാം പേപ്പട്ടികളെയൊക്കെ തല്ലിക്കൊല്ലുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതിനേക്കാൾ ഭയപ്പെടേണ്ട ഒരു കാമപ്രാന്തൻ നമ്മുടെ സ്ത്രീജനങ്ങൾ, നമ്മുടെ കുഞ്ഞു മക്കളായിക്കോട്ടെ, സഹോദരിമാരായിക്കോട്ടെ, അമ്മമാരായിക്കോട്ടെ, ഇവരൊക്കെ ഇവനെ പോലെയുള്ള ഈ കാമപ്രാന്തന്മാരുടെ ഇടയിലൂടെ എങ്ങനെ നടക്കും എന്നുള്ളത് ഭീകരതയോടെ കാണേണ്ട ഈ സാഹചര്യത്തിൽ ഇവനെ പോലെയുള്ള ഒരു കാമപ്രാന്തനെ സ്വന്തം മക്കൾ നശിച്ചാലും വേണ്ടില്ല, സഹോദരി നശിച്ചാലും വേണ്ടില്ല, അമ്മ നശിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഈ ഭാരതത്തിനെതിരെ സംസാരിക്കുന്ന ഈ ടൂളിനെ ഇനിയും വേണമെന്നും പറഞ്ഞ് ഇവനെ ന്യായീകരിക്കുന്ന ഇവരുടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീജനങ്ങളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കൊടും ക്രിമിനൽ ഇവനെ ഇനിയും വെളുപ്പിക്കേണ്ട ബാധ്യത ഏറ്റി നടക്കുന്ന ജിഹാദികളും അന്തം കമ്മികൾ എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നരഭോജികളും കൊങ്ങികൾ എന്ന് വിളിക്കുന്ന രാജ്യം കട്ടുപിടിച്ച കോൺഗ്രസ്സുകാരും ഒക്കെ ഇനിയും ഇവനെ പൊക്കി നടക്കുമ്പോൾ ഇവന്റെ വീട്ടിലുള്ള പെൺമക്കളുടെയൊക്കെ അവസ്ഥ എന്റെ ഭഗവാനെ കാത്തോളനെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.